विदिताखिलशास्त्रसुधा जलधे महितोपनिषत् कथितार्थनिधे हृदये कलये विमलं चरणं भवशङ्कर देशिकमे शरणम् करुणावरुणालय पालय मां भवसागर दुःखविदूनहृदं रचयाखिल दर्शन तत्त्वविदं भवशङ्कर देशिकमे शरणम्. श्रीगुरुभ्यो नमः. यदविद्याविलासेन भूतभौतिकसृष्टयः തം നൗമി പരമാത്മാനം സച്ചിദാനന്ദ വിഗ്രഹം. ഇപ്പോ ഇതിന്റെ മുകളിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. കാരണം അത് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. സിദ്ധാന്തേ പ്രത്യക്ഷ പ്രയോജകം പ്രത്യക്ഷത്വ പ്രയോജകം കിമിതി ചേ എന്ന് പറഞ്ഞൊരു പങ്ക്തി ആരംഭിക്കുകയാണ്. അതായത് സിദ്ധാന്തേ വേദാന്ത സിദ്ധാന്തത്തിൽ പ്രത്യക്ഷത്വ പ്രയോജകം കിം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രത്യക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു രൂപമാണ് പ്രത്യക്ഷത്വ പ്രയോജകം കിം. ആ ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. പ്രത്യക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയാതെ എങ്ങനെയാണ് ആ വാക്ക് വന്നിരിക്കുന്നത് എന്ന് പറയാം. ഇപ്പൊ നോക്കൂ, ഞാൻ എങ്ങനെയാ അർത്ഥം പറഞ്ഞേ? പ്രത്യക്ഷത്വ പ്രയോജകം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷജ്ഞാനം, പ്രത്യക്ഷത്തിന്റെ ലക്ഷണം, പ്രത്യക്ഷജ്ഞാനത്തിന്റെ ലക്ഷണം. പ്രത്യക്ഷത്തിന്റെ ലക്ഷണം എന്ത്? അതായത് ജ്ഞാനം രണ്ട് തരത്തിലുണ്ട്, പ്രത്യക്ഷജ്ഞാനമെന്നും പരോക്ഷജ്ഞാനമെന്നും. അപ്പോ ഒരു ജ്ഞാനം പ്രത്യക്ഷജ്ഞാനമാണ് എന്ന് എപ്പോ പറയാം? ലക്ഷണത്തെ വെച്ച് വേണ്ടേ പറയാൻ. അപ്പൊ പ്രത്യക്ഷജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണോ അത് പ്രത്യക്ഷത്വത്തിന്റെ പ്രയോജകമാണ്. പ്രയോജകം എന്നൊരു വാക്ക് ശരിക്കും പറഞ്ഞാൽ വ്യാഖ്യാനിക്കണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതിനെ അതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ധർമ്മം, അതാണ് പ്രയോജകം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തർക്കസംഗ്രഹത്തിൽ ലക്ഷണം പഠിക്കില്ലേ? ഗന്ധവതി പൃഥിവി എന്ന് പഠിക്കുന്നു. പൃഥിവിയുടെ ലക്ഷണമാണ് ഗന്ധവത്വം, അങ്ങനെയല്ലേ പറയാ? പൃഥിവിയുടെ ലക്ഷണമാണ് ഗന്ധവത്വം എന്ന് പറയുന്ന ആ ആശയം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൃഥ്വീത്വസ്യ പ്രയോജകം ഗന്ധവത്വം എന്ന് പറയാം. പൃഥ്വിയിലുള്ള ധർമ്മമാണ് പൃഥ്വീത്വം. അപ്പൊ എന്തിനെയാണ് പൃഥ്വി പൃഥ്വി എന്ന് നമ്മൾ വിളിക്കേണ്ടത്? എന്തിലാണോ ഗന്ധമുള്ളത് അതിനെയാണ് പൃഥ്വി എന്ന് വിളിക്കേണ്ടത്. അപ്പൊ ഒരു ദ്രവ്യത്തെ പൃഥ്വിയായിട്ട് കണക്കാക്കാൻ നമ്മൾ പരിഗണിക്കുന്ന ധർമ്മം എന്താണ്? അതാണ് അതിന്റെ ലക്ഷണം, അല്ലെ? ഒരു ദ്രവ്യത്തെ ഇത് പൃഥ്വിയാണ്, എങ്ങനെയാണ് അങ്ങനെ കണക്കാക്കിയത്? ഗന്ധവത്വം ഉള്ളത് കൊണ്ട്, ഇങ്ങനെയല്ലേ പറയാം. അപ്പൊ ഈ ഗന്ധവത്വം എന്ന് പറയുന്ന ധർമ്മം പൃഥ്വിത്വത്തിന്റെ പ്രയോജകമാണ്. അപ്പോ പല ധർമ്മങ്ങൾക്ക് അങ്ങനെ പ്രയോജകം എന്ന് പറയാം. നമ്മൾ ഒരു സ്ത്രീയെ മാതാവ് എന്ന് വിളിക്കുന്നു എന്ന് വയ്ക്കാം. മാതാ, അമ്മ എന്ന് വിളിക്കുന്നു. മാതാ എന്ന് വിളിക്കുന്നു. മാതൃത്വം, മാതൃത്വത്തിന്റെ പ്രയോജകം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജനിപ്പിച്ചിട്ടുണ്ട്, പ്രസവിച്ചിട്ടുണ്ട്, അതാണ് മാതൃത്വത്തിന്റെ പ്രയോജകം. അപ്പോ പുത്രനെയോ പുത്രിയെയോ പ്രസവിച്ചവൾ എന്ന അർത്ഥത്തിലല്ലേ മാതാവ് എന്ന് വിളിക്കുന്നത്? പുത്രനെയോ പുത്രിയെയോ പ്രസവിച്ച സ്ത്രീ എന്ന അർത്ഥത്തിലല്ലേ മാതാ എന്ന് വിളിക്കുന്നത്? അങ്ങനെയല്ലേ? അപ്പൊ മാതൃത്വത്തിന്റെ പ്രയോജകമാണ് ആ ധർമ്മം എന്ന ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം, എന്തെങ്കിലും ഒരു ഉദാഹരണം പറയണ്ടേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ശൈലിയിൽ ഈ ഭാഷയെ നമ്മൾ ഉൾക്കൊള്ളണം. ശരിക്കും പറഞ്ഞാൽ എന്താണ്? അസാധാരണ ധർമ്മം എന്നർത്ഥം, വേറൊന്നുമില്ല. അപ്പൊ പ്രത്യക്ഷത്വസ്യ പ്രയോജകം, പ്രത്യക്ഷത്വം എവിടെയാണോ ഉള്ളത്, ഒരു ജ്ഞാനത്തിനെയാണ് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയാ. എല്ലാ ജ്ഞാനത്തിനെയും പ്രത്യക്ഷം എന്ന് പറയില്ല.
അപ്പൊ ഏത് ജ്ഞാനത്തിനെയാണ് പ്രത്യക്ഷം എന്ന് പറയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജ്ഞാനത്തിനെ പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയാൻ നമ്മൾ അങ്ങനെ പറയുന്നതിന് കാരണമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ധർമ്മം, ലക്ഷണം എന്താണോ അതാണ് പ്രത്യക്ഷത്വത്തിന്റെ പ്രയോജകം, പ്രത്യക്ഷത്വസ്യ പ്രയോജകം എന്ന് നമുക്ക് പറയാം. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്നർത്ഥം. ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം, പൃഥിവീത്വസ്യ പ്രയോജകം. പ്രയോജകം എന്നുള്ള ഒരു ഭാഷയെ ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക, അത്രയും നിവൃത്തിയുള്ളൂ. പ്രയോജകം എന്ന് പറഞ്ഞാൽ പ്രയോജിപ്പിക്കുന്നത് എന്ന് മലയാളം. പ്രയോജിപ്പിക്കുക എന്ന് പറഞ്ഞാലോ അതിനെ അതായിട്ട് കണക്കാക്കാൻ നമുക്ക് ഉപയോഗപ്പെടുന്ന ധർമ്മം. ചുരുക്കി പറഞ്ഞാൽ ലക്ഷണം എന്നർത്ഥം. ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഓർത്തു വെച്ചാൽ മതി. ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം, ഗന്ധവത്വം പൃഥ്വീത്വസ്യ പ്രയോജകം, ഒരേ അർത്ഥമാണ്. എന്നതുപോലെ ഒരു ജ്ഞാനം പ്രത്യക്ഷ ജ്ഞാനമാണ് എന്ന് എപ്പോൾ നമുക്ക് പറയാൻ കഴിയും എന്ന് നോക്കുക. നൈയായികന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ ഉടനെ പറയുക? സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം. ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം എന്ന് പ്രത്യക്ഷ ജ്ഞാനത്തിന് നൈയായികന്മാർ ലക്ഷണം പറയും. അപ്പൊ പ്രത്യക്ഷ ജ്ഞാനസ്യ കിം ലക്ഷണം? ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യ ജ്ഞാനത്വം എന്ന് നൈയായികന്മാർ പറയും. ഇതിനെ തന്നെ നമ്മുടെ ഈ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യ ജ്ഞാനത്വം പ്രത്യക്ഷത്വസ്യ പ്രയോജകം. ശരിയോ? പ്രത്യക്ഷ ജ്ഞാനസ്യ ലക്ഷണം പ്രത്യക്ഷത്വസ്യ, പ്രത്യക്ഷത്വം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലുള്ള ധർമ്മം, പ്രത്യക്ഷത്വസ്യ പ്രയോജകം. യതഃ അസ്മിൻ ജ്ഞാനേ ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യത്വം അസ്തി അതഃ ഇദം ജ്ഞാനം പ്രത്യക്ഷം. ശരിയല്ലേ? അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? നൈയായികന്മാര് പ്രത്യക്ഷത്തിന് ലക്ഷണം പറയുന്നു, ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം. ഈ ലക്ഷണം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പറയാം. സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിരൂപിക്കേണ്ടുന്ന പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്ത് എന്നാണ് ചോദ്യം. ശരിയല്ലേ? അപ്പോ നൈയായികന്മാർ പറഞ്ഞ പോലെ പറഞ്ഞുകൂടെ എന്നാണെങ്കിൽ പോരാ. ചില പ്രശ്നങ്ങൾ അതിലുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവൻ അങ്ങനെ പറയാൻ വയ്യ. നമ്മുടെ ദൃഷ്ടിയിൽ മാത്രമല്ല, അവരുടെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ ജ്ഞാനവും ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യമാണെന്ന് പറയാൻ വയ്യ. മാത്രമല്ല നമ്മളുടെ പ്രക്രിയ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മളുടെ പ്രക്രിയയിൽ ഇന്ദ്രിയം, ഒരു പ്രത്യക്ഷ ജ്ഞാനത്തിന് ഇന്ദ്രിയത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇല്ല. എല്ലായിടത്തും ഇല്ല. കാരണം എന്താണ്? ഈശ്വരീയ പ്രത്യക്ഷം ജന്യമേ അല്ല, അത് നിൽക്കട്ടെ. അതിനേക്കാൾ മുമ്പേ അഹം സുഖി എന്നുള്ള ജ്ഞാനം പ്രത്യക്ഷ ജ്ഞാനല്ലേ? നിങ്ങൾക്ക് സുഖമുണ്ടാവുമ്പോൾ, സുഖമുള്ള സമയത്ത് എനിക്ക് സുഖമുണ്ട്, ഇത് പ്രത്യക്ഷ ജ്ഞാനല്ലേ? അപ്പൊ ഇന്ദ്രിയാർത്ഥ സന്നികർഷ ജന്യത്വം അവിടെ പറയണം. നൈയായികന്മാരുടെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ നൈയായികന്മാർ എങ്ങനെയാ പറയാ? മാനസപ്രത്യക്ഷം എന്നാണ് നൈയായികന്മാർ പറയാ. മാനസപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സന്നികർഷം കൊണ്ട്, മനസ്സന്നികർഷേണ ജായമാനം പ്രത്യക്ഷം മാനസപ്രത്യക്ഷം. മനോരൂപ ഇന്ദ്രിയസ്യ വിഷയേണ സഹ കഹ സന്നികർഷഃ? കഹ സന്നികർഷഃ? മനസഃ സുഖേന സഹ സംയുക്ത സമവായ സന്നികർഷഃ. സംയുക്ത സമവായ സന്നികർഷേണ മനോരൂപ ഇന്ദ്രിയസ്യ സുഖേന സഹ സംബന്ധോ ഭവതി തേന അഹം സുഖി എന്നുള്ള പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാവുന്നു. ശരിയായി. നൈയായികന്മാരുടെ രീതിയിൽ ശരിയായി. പക്ഷേ നമ്മളുടെ രീതിയിൽ അത് ശരിയാവില്ല. എന്താ കാരണം? ഇന്നലെ അവസാനം പറഞ്ഞ വിഷയം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സ് ഇന്ദ്രിയമല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ മനസ്സ് ഇന്ദ്രിയമല്ല എന്നുള്ള പക്ഷത്ത് നിൽക്കുമ്പോ ഇന്ദ്രിയാർത്ഥ സന്നികർഷ ജന്യജ്ഞാനം എന്ന് അവിടെ സമന്വയിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സ് ഇന്ദ്രിയമാണെങ്കിൽ ഓക്കെ, പക്ഷെ മനസ്സ് ഇന്ദ്രിയമല്ല എന്നല്ലേ നിങ്ങളുടെ സിദ്ധാന്തം. അങ്ങനെയാണെങ്കിൽ അപ്പോ സുഖജ്ഞാനം ഇന്ദ്രിയജന്യം എന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് എല്ലാ പ്രത്യക്ഷത്തിനും യോജിക്കുന്ന ലക്ഷണം വേണ്ടേ പറയാൻ? മാത്രല്ല ഭ്രമപ്രത്യക്ഷമുണ്ട്, അവിടെയും ലക്ഷണം സമന്വയിക്കണം.
ഭ്രമം. അതൊരു പ്രത്യക്ഷജ്ഞാനമാണ് പലപ്പോഴും. അതായത് കയറിൽ പാമ്പിനെ കാണുന്ന സന്ദർഭം. കണ്ണുകൊണ്ട് കാണുന്നത് പോലെയല്ലേ നമ്മൾ കാണുന്നത്? അഹം സർപ്പം പശ്യാമി എന്നാണ് നമ്മുടെ അനുഭവം ഭ്രമിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞാൽ പോയി. കാണുന്ന സമയത്ത് എന്താണ് അനുഭവം? പശ്യാമി എന്നാണ് അനുഭവം. അപ്പൊ അതൊരു പ്രത്യക്ഷജ്ഞാനമാണ്. ഇതേപോലെ സ്വപ്നം കാണുന്ന സമയത്ത് അത് തെറ്റായിട്ടുള്ള അറിവാണ്, ഭ്രമമാണ്. പക്ഷേ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങളുടെ തോന്നൽ എന്താണ്? പശ്യാമി എന്നല്ലേ? ഞാൻ കാണുന്നു, ഓർക്കുന്നു എന്നാണോ? അല്ലല്ലോ, ഓർക്കുന്നു എന്നല്ല, കാണുന്നു എന്നാണോ എന്നുള്ള അനുഭവം. അങ്ങനെയാണെങ്കിൽ ഇതും ഒരു പ്രത്യക്ഷജ്ഞാനമാണ്. സ്വപ്ന സമയത്ത് എവിടെയാണ് ഇന്ദ്രിയാർത്ഥ സന്നിവേശം ഉള്ളത്? ഉണ്ടോ? ഇന്ദ്രിയങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ ഇന്ദ്രിയങ്ങൾക്കൊന്നും പണിയില്ല. സ്വപ്നത്തിൽ എന്തൊക്കെയോ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതും പ്രത്യക്ഷജ്ഞാനമാണ്. ഇവിടെ ഇന്ദ്രിയാർത്ഥ സന്നിവേശ ജന്യത്വമുണ്ടോ? ഇല്ല. രജ്ജുവില് അയം സർപ്പ എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്ന സ്ഥലത്തും ഇന്ദ്രിയാർത്ഥ സന്നിവേശം ഇല്ല. കാരണം സർപ്പം അവിടെ ഇല്ല. സർപ്പം അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിലല്ലേ അതുമായിട്ട് സന്നിവേശം ഉണ്ടാവുള്ളൂ. വാസ്തവത്തിലില്ല. നമ്മുടെ ഭാഷയിൽ പ്രാതിഭാസിക സർപ്പം ഉണ്ടെന്ന് പറയും. അതിരിക്കട്ടെ. വാസ്തവത്തിൽ കണ്ണുകൊണ്ട് എന്താ പറയാ, സംബന്ധിക്കാൻ യോഗ്യമായ സർപ്പം അവിടെ ഉണ്ടോ? ഇല്ല. പ്രാതിഭാസിക സർപ്പം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് വേറെ വിഷയം. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? വ്യാവഹാരിക സർപ്പത്തെയാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുക. ശരിക്കുള്ള സർപ്പം എന്നർത്ഥം അതവിടെ ഇല്ല. അതുകൊണ്ട് പക്ഷെ അത് പ്രത്യക്ഷജ്ഞാനമാണ്. പ്രത്യക്ഷജ്ഞാനം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം അതിനെതിരാണ്. ഞാൻ കാണുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ എന്ത് വന്നു? ഇന്ദ്രിയാർത്ഥ സന്നികർഷ ജന്യം ജ്ഞാനം പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലത്തൊക്കെ എന്താ ദോഷം? എന്താ ദോഷം? ലക്ഷണത്തിന്റെ ദോഷം എന്താണ്? ലക്ഷണ ദോഷക്ക അവ്യാപ്തി. ലക്ഷണത്തിന് അവ്യാപ്തി വന്നു. ശരിയാണോ? അപ്പൊ അതുകൊണ്ട് നൈയായികന്മാർ പറയുന്ന ലക്ഷണം നമുക്ക് തൽക്കാലം എടുക്കാൻ പറ്റില്ല. എന്നാ പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷണം പറയണ്ടേ? അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ പ്രക്രിയയൊക്കെ ഒന്ന് പെട്ടെന്ന് മനസ്സിൽ വെക്കണം. അത് ആദ്യം നോക്കാം. ഒരു വിഷയം ഈ കുറച്ച് മുമ്പിലോട്ട് വായിച്ചിട്ട് അതിലേക്ക് നമുക്ക് കിടക്കാം. മുമ്പോട്ട് വായിച്ചിട്ട് ഒരു വരിയും കൂടി അർത്ഥം പറയേണ്ടത്, എന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. സിദ്ധാന്തേ പ്രത്യക്ഷത്വ പ്രയോജകം കിമിതി ചേത് എന്ന് ചോദ്യം. ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യക്ഷ ജ്ഞാനസ്യ ലക്ഷണം കിം അയമേവ പ്രശ്നം. അപ്പോ ചോദിക്കുകയാണ്, ആ ചോദ്യം കേട്ട ഉടനെയാണ് ലക്ഷണം പറയുകയല്ല ചെയ്യുന്നത്. ആചാര്യൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. കിം ജ്ഞാനഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം പൃച്ഛസി കിം വാ വിഷയഗതസ്യ. ഇതെന്താണ്? ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു ഭാഷയാണ്. ജ്ഞാനഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം പൃച്ഛസി ഉത വിഷയഗതസ്യ പ്രത്യക്ഷത്വസ്യ. ഈ വരിയുടെ അർത്ഥം മനസ്സിലാവാണ്ടാണ് കുറെ ആൾക്കാർ നടക്കുന്നത്. അത് എന്തോ ഇത് ഈ പറയുന്നത് എന്താന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്കത് മുമ്പോട്ട് പറയുന്നത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയാ ഒരു വഴി കിട്ടും, പറയേണ്ടുന്ന രീതി എന്താന്നുള്ളത്. ഈ ചോദ്യം ഈ വികല്പമുണ്ടല്ലോ, കിം ജ്ഞാനഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം പൃച്ഛസി ഉദ വിഷയഗതസ്യ. ഇതെന്താണ് ചോദ്യം എന്ന് ആദ്യം മനസ്സിലാക്കണം. ജ്ഞാനഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം, വിഷയഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം. ഇതിന്റെ രണ്ടിന്റെയും നിരൂപണമാണ് ഈ ഗ്രന്ഥത്തിൽ കുറേ ദൂരം ഉള്ളത്. ഇതിപ്പോ എന്താ? ജ്ഞാനഗത പ്രത്യക്ഷത്വം, വിഷയഗത പ്രത്യക്ഷത്വം, രണ്ടു തരം പ്രത്യക്ഷത്തെ കുറിച്ചാണോ പറയുന്നത്? പ്രത്യക്ഷ ജ്ഞാനം രണ്ടു തരത്തിലുണ്ട്. ജ്ഞാനഗത പ്രത്യക്ഷം, വിഷയഗത പ്രത്യക്ഷം, അങ്ങനെയൊന്നും പറയരുത്. അതല്ല ഇതിനാശയം. ഒരേ ജ്ഞാനത്തെക്കുറിച്ച് രണ്ട് തരത്തിൽ ചിന്തിക്കുകയാണ്. ഒരു വസ്തു നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ പുസ്തകത്തെ ഞാൻ കാണുന്നു. ഇപ്പോ ഈ പുസ്തകത്തെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി മുമ്പോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഈ ഒരു 3 മിനിറ്റ് വൃത്തിയായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേഗം നമുക്ക് മുമ്പിലേക്ക് പോവാം. ഈ പുസ്തകത്തെ ഞാൻ കാണുന്ന സമയത്ത് എനിക്കൊരു അറിവുണ്ടാവുന്നു. ഈ അറിവിന്റെ എന്താണ്? ഇതം പുസ്തകം എന്നൊരു അറിവുണ്ടാവുന്നു.
ജ്ഞാനസ്യ ആകാര എന്നാണ് നമ്മൾ ശാസ്ത്രഭാഷയിൽ പറയാം. ഇതം പുസ്തകം ദൃഷ്ട്വാ കിം ജ്ഞാനം ജായതേ, ഇതം പുസ്തകം ഇത് ജ്ഞാനം ജായതേ, ഇതം പുസ്തകം ഇത് ജ്ഞാനസ്യ ആകാര. ശരിയല്ലേ? ഇവിടെ ഒരു ജ്ഞാനമുണ്ട്, ഒരു വിഷയമുണ്ട്. ജ്ഞാനം വിഷയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെയാണോ അറിയുന്നത് അതാണ് ജ്ഞാനത്തിന്റെ വിഷയം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. എന്തിനെയാണോ നമ്മൾ അറിയുന്നത് അതാണ് ജ്ഞാനത്തിന്റെ വിഷയം, ഓബ്ജക്റ്റ്, കർമ്മം എന്നൊക്കെ നമ്മൾ പറയും. വിഷയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇത് കേട്ടാൽ മാത്രം പോരാ, മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഭാഷയും കൂടി പറഞ്ഞ് അറിയണം. എന്തിനെയാണോ നമ്മൾ അറിയുന്നത് അതാണ് ജ്ഞാനത്തിന്റെ വിഷയം. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ജ്ഞാനം എന്താണ്? ഇതം പുസ്തകം എന്ന ജ്ഞാനം. ഈ ജ്ഞാനത്തിന് വിഷയമാവുന്നത് എന്താണ്? പുസ്തകം ആണല്ലോ. ഇപ്പോ ഇവിടെ എനിക്കുണ്ടായ ജ്ഞാനം ഒരു പ്രത്യക്ഷ ജ്ഞാനമാണോ അതോ പരോക്ഷ ജ്ഞാനമാണോ? പ്രത്യക്ഷ ജ്ഞാനമാണല്ലോ. അപ്പോ ഇതം പുസ്തകം എന്ന ജ്ഞാനത്തിൽ പ്രത്യക്ഷത്വമുണ്ട്. ശരിയല്ലേ? ജ്ഞാനത്തിൽ പ്രത്യക്ഷത്വമാണോ ഉള്ളത് അതോ പരോക്ഷത്വമാണോ ഉള്ളത്? പ്രത്യക്ഷത്വം. പുസ്തകത്തിലല്ല, ജ്ഞാനത്തിൽ. അതാദ്യം മനസ്സിലാക്കണം. ഇതം പുസ്തകം എന്ന ജ്ഞാനം പ്രത്യക്ഷ ജ്ഞാനമാണോ പരോക്ഷ ജ്ഞാനമാണോ? പ്രത്യക്ഷ ജ്ഞാനമാണ്. ഇങ്ങോട്ട് പറയൂ. പ്രത്യക്ഷ ജ്ഞാനമാണെങ്കിൽ ആ ജ്ഞാനത്തിൽ പ്രത്യക്ഷത്വം എന്ന ധർമ്മമാണോ ഉള്ളത് പരോക്ഷത്വം എന്ന ധർമ്മമാണോ ഉള്ളത്? പ്രത്യക്ഷത്വം എന്ന ധർമ്മമാണ് ഉള്ളത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ജ്ഞാനഗത പ്രത്യക്ഷത്വം എന്ന്. ഇവിടെ ഗതം എന്ന ശബ്ദത്തിന് പോയത് എന്നർത്ഥമല്ല. ഗതം ഗതം എന്ന് പറഞ്ഞാൽ പോയത് എന്നുള്ളത്. സഹ ഗത തേന ഗതം, അങ്ങനെയല്ല. ഗതം എന്ന വാക്കിന് അവിടെ ഉള്ളത് എന്നർത്ഥമാണ്. ജ്ഞാനഗതം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ ഉള്ളത്, ജ്ഞാനത്തിൽ ഉള്ളതായ പ്രത്യക്ഷത്വം എന്ന ധർമ്മം. അതിനെ കാണിക്കാനാണ് ജ്ഞാനഗത പ്രത്യക്ഷത്വം എന്ന വാക്ക് ഗ്രന്ഥകാരൻ ഉപയോഗിച്ചത്. ഇതിനി മറക്കരുത്, വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ജ്ഞാനത്തിൽ ഉള്ള, ഗത ശബ്ദത്തിന് ഉള്ള എന്നർത്ഥമാണ്. ജ്ഞാനത്തിൽ പ്രത്യക്ഷത്വം എന്ന ധർമ്മമുണ്ട്. അപ്പോൾ ജ്ഞാനത്തിൽ ഉള്ള പ്രത്യക്ഷത്വം എന്ന ധർമ്മത്തിന്റെ പ്രയോജകം എന്ത്? നേരത്തെ പറഞ്ഞ പോലെ പ്രത്യക്ഷ ജ്ഞാനസ്യ ലക്ഷണം കിം എന്ന ചോദ്യത്തിലേക്ക് എത്തും. ജ്ഞാനഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം കിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടായി. ആ ജ്ഞാനത്തിൽ പ്രത്യക്ഷത്വം എന്ന ധർമ്മമുണ്ട്. ആ ധർമ്മത്തിന് നിങ്ങൾ എന്തിനെ വെച്ചുകൊണ്ടാണ് ഇത് പ്രത്യക്ഷ ജ്ഞാനമാണെന്ന് നിങ്ങൾ പറഞ്ഞത്? ഈ ജ്ഞാനം, ഈ പുസ്തകം കാണുന്ന സമയത്ത് എനിക്കുണ്ടായ ജ്ഞാനം ഒരു പ്രത്യക്ഷ ജ്ഞാനമാണോ പരോക്ഷ ജ്ഞാനമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രത്യക്ഷ ജ്ഞാനമാണെന്ന് നമ്മൾ പറയില്ലേ? എന്ത് വെച്ചിട്ടാ പറഞ്ഞത്? ഇതാണ് ചോദ്യം. കിം ജ്ഞാനഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം പൃച്ഛസി. ആ ചോദ്യത്തിന്റെ അർത്ഥം വന്നു. അടുത്തത് അഥവാ വിഷയഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം. അതെന്താ അർത്ഥം? പ്രത്യക്ഷത്വം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനത്തിലുള്ള ഒരു ധർമ്മല്ലേ? വിഷയത്തിൽ പ്രത്യക്ഷത്വം ഉണ്ടോ? എന്തോ ആയിക്കോട്ടെ, നേരിട്ടില്ലല്ലോ. വിഷയത്തിൽ പ്രത്യക്ഷത്വം ഉണ്ടോ? ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രത്യക്ഷത്വം എന്ന വാക്കിന് ഇവിടെ അർത്ഥം അയം പ്രത്യക്ഷ ഇത് വ്യവഹാര വിഷയത്വം പ്രത്യക്ഷത്വം. ഇത് എഴുതി വയ്ക്കൂ. അയം പ്രത്യക്ഷ അല്ലെങ്കിൽ ഇതം പ്രത്യക്ഷം, ഇത് വ്യവഹാര വിഷയത്വം. അത് വിഷയത്തിലും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ഞാനത് ഒന്നുകൂടി വിസ്തരിച്ച് പറയാം. അത് ആദ്യം ഉറപ്പിച്ചതിന് ശേഷം മുമ്പിലേക്ക് പോവാം. ഒരു ജ്ഞാനം, ഇപ്പോ ഞാൻ ഈ പുസ്തകത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളില് രണ്ടു തരം വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് ഒരേ ജ്ഞാനത്തെ വെച്ചുകൊണ്ട്. സംഭവിച്ചത് എന്താണ്? ഈ പുസ്തകത്തെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടു, ഇത്രേ സംഭവിച്ചുള്ളൂ. ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ രണ്ടു തരത്തിൽ വ്യവഹരിക്കുന്നുണ്ട്. എന്താണ് വ്യവഹരിക്കുന്നത്? എനിക്ക് ഒരു പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടായി. പുസ്തകത്തെക്കുറിച്ച് എനിക്കുണ്ടായ ജ്ഞാനം ഒരു പ്രത്യക്ഷ ജ്ഞാനമാണ്. ഇതൊരു വ്യവഹാരം. രണ്ടാമത്തെ വ്യവഹാരം, പുസ്തകം എനിക്ക് പ്രത്യക്ഷമാണ്. പുസ്തകം എനിക്ക് പ്രത്യക്ഷമാണ്. പുസ്തകത്തിൽ പ്രത്യക്ഷത്വമുണ്ട്. പറയില്ലേ? പുസ്തകത്തിൽ പ്രത്യക്ഷത്വമുണ്ട്, പ്രത്യക്ഷ വിഷയത്വമുണ്ട് എന്നർത്ഥം. പക്ഷെ നമ്മൾ പറയുക എങ്ങനെയാണ്? ഈ പുസ്തകം എനിക്ക് പ്രത്യക്ഷമാണോ പരോക്ഷമാണോ? പുസ്തകം എനിക്ക് പ്രത്യക്ഷമാണ്. രണ്ടും പറയുന്നത് ഒരേ ജ്ഞാനത്തെ വെച്ചുകൊണ്ട് തന്നെയാണ്. ഒരേ ജ്ഞാനത്തെ വെച്ചുകൊണ്ട്
രണ്ട് തരം വ്യവഹാരങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു. ഒന്ന്, ഇപ്പോൾ എനിക്കുണ്ടായ ജ്ഞാനം ഒരു പ്രത്യക്ഷ ജ്ഞാനമാണ് എന്നൊരു വ്യവഹാരം. രണ്ടാമത്, ഈ വിഷയം എനിക്ക് പ്രത്യക്ഷമാണ് എന്ന് രണ്ടാമതൊരു വ്യവഹാരം. അപ്പോൾ വിഷയവും പ്രത്യക്ഷമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ വിഷയത്തിലും പ്രത്യക്ഷത്വമുണ്ട്. അപ്പോ ഈ വിഷയത്തിലും പ്രത്യക്ഷത്വമുണ്ട്, ജ്ഞാനത്തിലും പ്രത്യക്ഷത്വമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാന വിഷയക ജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്, ശ്രദ്ധിക്കണം. ജ്ഞാന വിഷയക ജ്ഞാനം അനുവ്യവസായ, അത് വേറെ, അതല്ല പറയണത്. ഈ ജ്ഞാനം ഒരു പ്രത്യക്ഷ ജ്ഞാനമാണല്ലോ, അതിനെ കുറിച്ചുള്ള ജ്ഞാനത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ജ്ഞാനത്തെ കുറിച്ചുള്ള രണ്ടാമതൊരു ജ്ഞാനമുണ്ട്, അത് നിങ്ങൾക്കറിയോ? അനുവ്യവസായം എന്ന് പറയും. വ്യവസായം അനുവ്യവസായം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല? ഒന്നുമില്ല. ഞാനൊരു വസ്തുവിനെ അറിയുന്ന സമയത്ത് പുസ്തകം പശ്യാമി, ഇതാണ് വ്യവസായ ജ്ഞാനം എന്ന് പറയാം. രണ്ടാമത്, ഇത് ഞാൻ പുസ്തകത്തെ അറിയലാണ്. ഇനി പുസ്തക ജ്ഞാനത്തെ അറിയുന്നില്ലേ ഞാൻ? രണ്ടാമത് പുസ്തക ജ്ഞാനവും എനിക്ക് പ്രത്യക്ഷമാണല്ലോ. പുസ്തക ജ്ഞാനം എനിക്ക് ഉണ്ടായോ ഇല്ലയോ എന്ന് വേറൊരാൾ പറഞ്ഞു തരണോ? വേണ്ട. ഞാൻ കണ്ടു കഴിഞ്ഞാൽ പുസ്തകത്തെ കാണുന്നു, പുസ്തക ജ്ഞാനത്തെയും ഞാൻ അറിയുന്നു. അത് ജ്ഞാനത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഇവിടെ അതല്ല പറയുന്നത്. ജ്ഞാനഗത പ്രത്യക്ഷത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്ഞാനത്തിൽ ഒരു ജ്ഞാനം പ്രത്യക്ഷമാണ് എന്നിങ്ങനെയുള്ള ഒരു തീരുമാനം. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനി ഇതിനേക്കാൾ സരളമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തേ ഉള്ളൂ? പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്ത്? പ്രത്യക്ഷ വിഷയത്തിന്റെ ലക്ഷണം എന്ത്? പ്രത്യക്ഷ ജ്ഞാനം നാമകിം പ്രത്യക്ഷ വിഷയോ നാമക, ഇതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. കിം ജ്ഞാനഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം പൃച്ഛസി കിം വാ വിഷയഗതസ്യ. ഈ ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കുക. പ്രത്യക്ഷ ജ്ഞാനസ്യ ലക്ഷണം കിം പ്രത്യക്ഷ വിഷയസ്യ ലക്ഷണം കിം, ഇതാണ് ചോദിച്ചത്. പ്രത്യക്ഷ ജ്ഞാനസ്യ ലക്ഷണം കിം പ്രത്യക്ഷ വിഷയസ്യ ലക്ഷണം കിം, ഇതാണ് ചോദ്യത്തിന്റെ അർത്ഥം. ഇത് ഉള്ളിൽ വെക്കണം. ഇനി മറക്കരുത്. പ്രത്യക്ഷ ജ്ഞാനസ്യ ലക്ഷണം കിം, ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഒരു ജ്ഞാനം പ്രത്യക്ഷ ജ്ഞാനമാണ് എന്ന് എപ്പോ നമുക്ക് പറയാം? അതിന്റെ നിർവചനം എന്ത്? അതേപോലെ പ്രത്യക്ഷ വിഷയസ്യ ലക്ഷണം കിം, ഒരു വിഷയം എപ്പോഴാണ് പ്രത്യക്ഷമാവുന്നത്? ഒരു വിഷയം പ്രത്യക്ഷമാണ് എന്ന് എപ്പോ നമുക്ക് പറയാം? ഒരു വിഷയം പ്രത്യക്ഷമാണ് എന്ന് എപ്പോ നമുക്ക് പറയാം? അതേപോലെ വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഒരു പ്രത്യക്ഷ ജ്ഞാനമാണ് എന്ന് എപ്പോ പറയാം? ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തിന്റെ അർത്ഥം നമുക്ക് ആദ്യം കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം. ഇതാണ് ഈ ചോദ്യത്തിന്റെ രണ്ടിനും വേറെ വേറെ ഉത്തരം പറയാൻ പോവുകയാണ്. ആദ്യേ പ്രമാണ ചൈതന്യസ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭേദ ഇതി ബ്രൂമഃ എന്നൊരു വരി. ആദ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഓർക്കണം. പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താ എന്ന് ചോദിച്ചാൽ, നൈയായികന്മാർ പറയും ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം. അത് നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ ഞാൻ കാണിച്ചു. അതേപോലെ പ്രത്യക്ഷ വിഷയസ്യ ലക്ഷണം കിം എന്ന് ചോദിച്ചാൽ നൈയായികന്മാർ എന്താ പറയാ? ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യജ്ഞാന വിഷയത്വം. വിഷയം വരെ എത്തിക്കണം, എത്രയേ ഉള്ളൂ. പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൗകര്യമായി. അപ്രകാരമുള്ള ജ്ഞാനത്തിന്റെ വിഷയമാണ് എങ്കിൽ പ്രത്യക്ഷ വിഷയമാണ്, കഴിഞ്ഞു. പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷ വിഷയത്തിന്റെ ലക്ഷണം പ്രത്യേകിച്ച് പിന്നെ പറയാനൊന്നുമില്ല. ഇതാണ് നൈയായികന്മാരുടെ നിലപാട്. കുട്ടികളെ എല്ലാ വിഷയത്തിലും നമ്മൾ നൈയായികന്മാരുടെ നിലപാട് എന്താണെന്ന് ആദ്യം അറിയണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഒരു മെത്തേഡ്, അങ്ങനെയാണ്. കാരണം ഏറ്റവും എളുപ്പമുള്ള ഒരു ശാസ്ത്രമാണ് ഈ 7 പദാർത്ഥങ്ങളെയൊക്കെ വെച്ച് ഇങ്ങനെ പോവുക വേണ്ടു. ഇതല്ല, ഇത് കുറച്ചുകൂടി പ്രശ്നമാണ്. അപ്പോ അതുകൊണ്ടാണ് ഈ തർക്കസൗകര്യമൊക്കെ ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇരിക്കട്ടെ. പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്ത് എന്ന് നിർവചിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷണത്തെ പിടിച്ചുകൊണ്ട് തന്നെ പ്രത്യക്ഷ വിഷയത്തിന്റെ ലക്ഷണം എന്താണെന്ന് നൈയായികന് പറയാൻ സാധിക്കും. ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം എന്ന് പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം പറഞ്ഞു. താദൃശ ജ്ഞാന വിഷയത്വം പ്രത്യക്ഷ വിഷയस्य ലക്ഷണം. ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യ ജ്ഞാന വിഷയത്വം, വിഷയത്തിലേക്ക് എത്തിയില്ലേ? വിഷയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിലേക്ക് എത്തി, ലക്ഷണമായി. സിമ്പിൾ. നൈയായികന്മാർ പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര സിമ്പിൾ അല്ല. അതിൽ വേറെ ചില സർക്കസുകളൊക്കെ വേണം. കാരണം ആ ലക്ഷണം
നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നായി. അപ്പൊ പിന്നെ എന്ത് വേണം ചോദിച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ലക്ഷണം തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ഒന്ന് ഒറ്റ വാക്കിൽ ഒരു 2-3 വാക്യത്തിൽ എങ്ങനെ പറയാം? എന്നാൽ ഞാൻ മൊത്തം ഇരുന്ന് പറഞ്ഞ കാര്യങ്ങള് ഒരു 3 വാക്യത്തിൽ പറയുന്നത് എങ്ങനെ പറയാം? ഒരു വിഷയത്തെ പ്രത്യക്ഷമായിട്ട് നമുക്ക് പ്രകാശിപ്പിക്കുന്നത് ആരാണ്? നമ്മളുടെ ആത്മാവ് തന്നെയാണ്. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. നമ്മളുടെ ആത്മാവ് തന്നെയാണ് ഈ വിഷയത്തെ. ആത്മാവ് സ്വപ്രകാശമാണ്, ഒരു ലൈറ്റ് പോലെ എന്ന് വിചാരിക്കൂ. അങ്ങനെ അല്ലെങ്കിലും മനസ്സിൽ വെക്കാൻ, നമ്മളുടെ ആത്മാവ് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തെ പ്രകാശിപ്പിച്ചു തരുന്നത്. ആത്മാവ് സ്വപ്രകാശമാണ്. പക്ഷെ ഈ സ്വപ്രകാശമായിട്ടുള്ള ആത്മാവ് അങ്ങനെ തന്നെയാണ് വിഷയങ്ങളെ പ്രകാശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സർവവും പ്രകാശിപ്പിക്കുമായിരുന്നു. വിഭുവാണ്, സർവവ്യാപിയായിട്ടുള്ള ആത്മാവ് അങ്ങനെ അങ്ങോട്ട് വിഷയത്തെ പ്രകാശിപ്പിക്കാൻ തുടങ്ങിയാൽ എല്ലാം എപ്പോഴും പ്രകാശിക്കണം ന്യായമായിട്ടും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ എന്ത് വന്നു? അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ എങ്ങനെ എടുത്തത്? ആത്മാവ് അന്ധക്കരണത്താൽ പരിച്ഛിന്നമാണ്. പരിച്ഛിന്നമാണെങ്കിൽ ഇപ്പൊ ആത്മാവ് ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെയുള്ളൂ. അന്ധക്കരണം നിൽക്കണോടത്തേ ആത്മാവുള്ളൂ. അന്ധക്കരണം നിൽക്കണോടത്താണ് ഇപ്പൊ ആത്മാവ് നിൽക്കുന്നത്. അപ്പൊ അന്ധക്കരണം നിൽക്കണോടത്തുള്ള ആത്മാവ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇതിനെ പ്രകാശിപ്പിക്കുന്നില്ല. അപ്പോ ആൾ ഇവിടെ എത്തണം, അപ്പോഴേ ഇതിനെ പ്രകാശിപ്പിക്കുള്ളൂ അല്ലെ? അതിനെന്ത് വേണം? അന്ധക്കരണ വൃത്തി ഇവിടെ എത്തണം. അന്ധക്കരണ വൃത്തി ഇവിടെ എത്തുന്ന സമയത്ത് അന്ധക്കരണ വൃത്തിയോടൊപ്പം ആത്മാവും ഇവിടെ എത്തി. ഇവിടെ എത്തി എന്നൊക്കെ ഒരു ലൗകിക ഭാഷയാണ്, എത്തലൊന്നുമില്ല. പക്ഷെ അതിന്റെ ശാസ്ത്രീയ ഭാഷയിൽ എങ്ങനെയാ പറയാ? അന്ധക്കരണം വിഷയാകാരണ പരിണമിച്ച സമയത്ത് ആ അന്ധക്കരണ വൃത്തിയിൽ ആത്മാവ് റിഫ്ലക്ട് ചെയ്തു, പ്രതിബിംബിച്ചു. അപ്പൊ ആത്മാവ് ഇവിടെ വന്നിട്ട് പ്രതിബിംബിച്ചില്ലേ? ആ പ്രതിബിംബിച്ച ആത്മാവ് സ്വപ്രകാശമല്ലേ? ആ സ്വപ്രകാശമായ ആത്മാവിന്റെ സംബന്ധം കൊണ്ട് ഈ വസ്തു പ്രകാശിച്ചു, തീർന്നു. ഇപ്പോ പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കഥ വെച്ചിട്ട്, ഈ ഒരു സിറ്റുവേഷൻ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാ ലക്ഷണം പറയാ? കിം നാമ പ്രത്യക്ഷ ജ്ഞാനം? ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാണ്, അത് വിടരുത്. അത് നമ്മളുടെ ബേസിക് തിയറിയാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ തന്നെ സ്വരൂപമാണ്. പക്ഷെ ആത്മാവിന്റെ സ്വരൂപം അങ്ങനെ തന്നെ എടുത്താൽ പോരാ, അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് വേണം അല്ലെ? അപ്പൊ അത് മറക്കരുത്, പ്രതിബിംബ. അപ്പോ അന്ധക്കരണ വൃത്തി പ്രതിബിംബിതമായ ചൈതന്യമാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയാമോ? വെറും അന്ധക്കരണ വൃത്തിയല്ല, വിഷയാകാരേണ പരിണത അന്ധക്കരണ വൃത്തി പറയാമോ? വിഷയാകാരേണ പരിണമിക്കപ്പെട്ട അന്ധക്കരണ വൃത്തിയിൽ ഉള്ള പ്രതിബിംബമാണ് പ്രത്യക്ഷ ജ്ഞാനം. ഇതൊന്ന് ഉള്ളിൽ വെക്കൂ. ആദ്യം ഉള്ളിൽ വെക്കാൻ ഞാൻ സമയം തരാം. വിഷയാകാരേണ പരിണമിച്ച ആ ഒരു അങ്ങനെ ഒരു ഫിഗറൈസ് ചെയ്യണത് മനസ്സിൽ. വിഷയാകാരത്തിൽ പരിണമിച്ച അന്ധക്കരണ വൃത്തിയിൽ പ്രതിബിംബിച്ച ആത്മചൈതന്യമാണ് പ്രത്യക്ഷ ജ്ഞാനം. ശരിയായോ? ശരിയായോ ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും അതിന്റെ മുകളിൽ നമുക്ക് എക്സ്റ്റൻഷൻസ് ചേർക്കാനുണ്ട്. ഇവിടെ 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെ പ്രകാശിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ വൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ആൾറെഡി ഈ വിഷയത്തിന് ചൈതന്യവുമായിട്ട് ബന്ധമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മചൈതന്യമാണ്. ഈ ആത്മചൈതന്യം എവിടെയാണുള്ളത്? അന്ധക്കരണം ഉള്ളിടത്താണുള്ളത്. അതായത് ഇപ്പോൾ അന്ധക്കരണത്താൽ പരിച്ഛിന്നമായിട്ട് ഇവിടെയാണുള്ളതെന്ന് വെച്ചോളൂ. ശരീരം നിൽക്കുന്നിടത്താണ് എൻ്റെ ആത്മചൈതന്യം ഉള്ളത്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പോ എൻ്റെ ആത്മചൈതന്യം ഇവിടെ എത്തുന്നതിന് മുമ്പ് ഈ വസ്തുവിന് ചൈതന്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ ഇതാണ് ഇപ്പൊ നമ്മുടെ കഥാപാത്രം. ഇത് കഴിയുന്നവരെ ഇവനെ വെച്ചിട്ടാണ് നമുക്ക് എല്ലാം തീരുമാനിക്കേണ്ടത്. ഈ പൂ ഇവിടെ കൊണ്ടുവച്ചത് നന്നായി. ആത്മാവ് ഉള്ളിടത്തൊക്കെ അന്ധക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതല്ലേ? ആത്മാവ് എന്തെങ്കിലും ഒന്നിനെ വെച്ച് പരിച്ഛേദിക്കണമെങ്കിൽ ആത്മാവ് ഉള്ളിടത്തൊക്കെ അന്ധക്കരണം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അന്ധക്കരണം ഒരു പരിച്ഛിന്നമായിട്ടുള്ള സാധനമാണ്. ആത്മാവ് പരിച്ഛിന്നമല്ല. പരിച്ഛിന്നമല്ലാത്ത ആത്മാവിനെ പരിച്ഛേദിക്കാനുള്ള പണിയാണ് ഇപ്പൊ ചെയ്തത്. അങ്ങനെയല്ലേ?
അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നോക്കൂ, ഇനി ഇതിന്റെ മുകളിൽ അടുത്ത സ്റ്റെപ്പ് പറയാനുണ്ട്. ഈ വസ്തു ഇവിടെ ഇരിക്കുന്നത്, ഞാൻ കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ, കണ്ണ് തുറന്നിട്ടില്ല. അപ്പോ എന്റെ ആത്മാവ് ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഈ വസ്തുവിന് ആത്മാവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവ് ഒന്ന് വേർതിരിച്ചിട്ടോ. അപ്പോ ആത്മാവ്, എന്റെ ആത്മാവ് മറ്റൊരാളുടെ ആത്മാവ് എന്നുള്ള തിരുവിലേക്ക് എത്തി. നമ്മള് വ്യാവഹാരികമായിട്ടുള്ള ഈ ഭേദം വെച്ചു. എന്റെ ആത്മാവ് ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ ഈ വസ്തു ഇപ്പൊ ആത്മാവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ടാണോ നിൽക്കുന്നത്? അങ്ങനെ പറയാൻ വയ്യ. ബ്രഹ്മചൈതന്യം എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ? ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രഹ്മചൈതന്യം, ആത്മചൈതന്യം എന്ന് രണ്ടെണ്ണമായിട്ട് എടുക്കണം. ബ്രഹ്മചൈതന്യം, ആത്മചൈതന്യം, ഇത് രണ്ടും ഒന്നല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പാരമാർത്ഥികമായിട്ട് ഒന്നാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. തത്വമസി എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണ്. പക്ഷേ പാരമാർത്ഥികമായിട്ടുള്ള തലം ഇപ്പൊ നമ്മൾ പരിഗണിക്കുന്നില്ല. പാരമാർത്ഥികമായിട്ടുള്ള തലം ഇപ്പൊ പരിഗണിക്കുന്നില്ല. ഇപ്പൊ നമ്മളുടെ കൺസെപ്റ്റില് ആത്മാവ് വേറെ, ബ്രഹ്മം വേറെ. ആത്മചൈതന്യം ഇപ്പൊ എവിടെയാണുള്ളത്? ആത്മാവ് വേറെ, ബ്രഹ്മം വേറെ എന്നുള്ള പരിഗണന ഇപ്പൊ വന്നു. വ്യാവഹാരികമായിട്ടുള്ള വ്യത്യാസം കൽപ്പിച്ചു കഴിഞ്ഞു. കൽപ്പിച്ചു കഴിഞ്ഞ സമയത്താണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആത്മചൈതന്യം ഇവിടെ ഉണ്ട് എന്ന് വെച്ച് ബ്രഹ്മചൈതന്യം ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ബ്രഹ്മചൈതന്യം ഇപ്പോഴും സർവ്വവ്യാപകമാണ്. ബ്രഹ്മചൈതന്യം എന്ന് പറയുന്ന സമഗ്രമായ ജഗത്തിന്റെ അധിഷ്ഠാനഭൂതമായ ഇരിക്കുന്ന ചൈതന്യം അതിപ്പോഴും ഉണ്ട് ഇവിടെ. അതിനെയാണ് നമ്മൾ പരമാത്മാവ് എന്ന് വിളിക്കണമെന്ന് വെച്ചോളൂ. ഇപ്പൊ ഞാൻ അതിനെ കാണുന്നില്ല എന്ന് വെച്ചിട്ട് പരമാത്മാവ് ഇതിനെ കാണുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ബ്രഹ്മചൈതന്യവുമായി ബന്ധമുണ്ട് അതിന്. പക്ഷേ ബ്രഹ്മചൈതന്യവുമായി ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് ഉപയോഗമില്ല. എനിക്ക് കാണണമെങ്കിൽ ഞാൻ എന്ന എന്തൊരു ചൈതന്യത്തെ ഞാൻ അഭിമാനിച്ചിട്ടുണ്ടോ ഈ ചൈതന്യവുമായിട്ട് ബന്ധം വരണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ വിഷയം എല്ലാ പ്രപഞ്ചത്തിലത്തെ സകല വസ്തുക്കളും ബ്രഹ്മചൈതന്യത്തിൽ അധ്യസ്ഥങ്ങളാണ്. ഇത് വേദാന്തത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സിദ്ധാന്തമാണ്, അല്ലെ? പ്രപഞ്ചം സമസ്തവും എപ്പോഴും ഉണ്ടെങ്കിൽ നിലനിൽക്കുന്നത് എപ്പോഴും ബ്രഹ്മം എന്ന് പറയുന്ന ബ്രഹ്മചൈതന്യത്തെ അധിഷ്ഠാനമാക്കിക്കൊണ്ടാണ്. അപ്പൊ ഈ ബ്രഹ്മചൈതന്യത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എന്ന സിദ്ധാന്തം ആൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വസ്തുവും ജഗത്തിൽ ഉൾപ്പെട്ട ഒരു വസ്തുവാണ്. ഇതിന് ബ്രഹ്മചൈതന്യത്തിനോട് ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ആ ബ്രഹ്മചൈതന്യം സ്വപ്രകാശമല്ലേ? ആണ്. അപ്പൊ സ്വപ്രകാശമായിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തിൽ മുമ്പ് തന്നെ അധ്യസ്ഥമായിട്ട് നിലകൊള്ളുന്ന ഒരു വസ്തുവാണിത്. ഞാൻ അതിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ കണ്ണു തുറക്കാത്ത സമയത്തോളം എനിക്കത് കാണുന്നില്ല എന്നല്ലാതെ ഇത് ആർക്കും പ്രകാശിക്കുന്നില്ല എന്നില്ല. ബ്രഹ്മചൈതന്യത്തിൽ അധ്യസ്ഥമാണ്, പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം എന്താണ്? ബ്രഹ്മചൈതന്യത്താൽ പ്രകാശിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു വിഷയമാണിത്. പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കാണാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? എനിക്ക് വേണ്ടി വിഷയത്തെ പ്രകാശിപ്പിച്ചു തരുന്ന ആത്മചൈതന്യത്തിനാൽ പ്രകാശിക്കപ്പെടണം. അപ്പോ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രക്രിയയാണ് ഈ പറയുന്നത്. ഒരു കണക്ക് പോലെ മനസ്സിലാക്കണം. ഒരു പ്രക്രിയയാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മുമ്പിലേക്ക് പോകുള്ളൂ. ഇത് മനസ്സിലാക്കി പെട്ടെന്ന് മുമ്പിലേക്ക് പോവുകയും ചെയ്യും. ഇത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനം വായിച്ചാലും മനസ്സിലാവും. ഇത് മനസ്സിലാക്കാതെ ഒന്നും കാര്യമില്ല. ഇങ്ങനെയുള്ള പ്രക്രിയകൾ ഈ ഗ്രന്ഥത്തിൽ എഴുതുന്നതിന്റെ ബേസ് ആണെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പുസ്തകത്തിൽ ഇല്ല. ഇത് ഇങ്ങനെ ഒരാൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോ എനിക്ക് ഈ വസ്തുവിനെ കാണണമെങ്കിൽ ന്യായമായിട്ട് എന്ത് വേണം? ആത്മചൈതന്യത്തിനാൽ ഈ വസ്തു പ്രകാശിക്കപ്പെടണം. പക്ഷേ ഈ വസ്തു ഓൾറെഡി ബ്രഹ്മചൈതന്യത്തിനാൽ പ്രകാശിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, ബ്രഹ്മചൈതന്യം കൊണ്ട് പ്രകാശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, പിന്നെന്തിനാ വീണ്ടും ആത്മചൈതന്യത്തിനാൽ വീണ്ടും പ്രകാശിപ്പിക്കണം പറയേണ്ട ആവശ്യം എന്താണ്? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ബ്രഹ്മചൈതന്യം കൊണ്ട് പ്രകാശിക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് ഉപയോഗമില്ല. എനിക്ക് ഉപയോഗം വേണമെങ്കിൽ, ഞാൻ ഇതിനെ അറിയുന്നു എന്നുള്ള തോന്നൽ വേണമെങ്കിൽ ആത്മചൈതന്യം കൊണ്ട് പ്രകാശിക്കപ്പെടണം. അപ്പോ ഒരേ സമയം ബ്രഹ്മചൈതന്യം കൊണ്ട് പ്രകാശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വസ്തു ആത്മചൈതന്യം കൊണ്ടും പ്രകാശിക്കപ്പെടണം. ഇതല്ലേ സ്ഥിതി? അപ്പൊ അതിനുവേണ്ടി എന്ത് വേണം?
രണ്ടു തവണ പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ബ്രഹ്മചൈതന്യം എന്താണോ അത് തന്നെയാണ് ആത്മചൈതന്യം എന്ന് വന്നു ചേർന്നാൽ മതി. മനസ്സിലാവുണ്ടോ? ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തിനോട് എന്റെ ആത്മചൈതന്യം ഐക്യം പ്രാപിക്കുന്നു എന്ന് വെക്കുക. ഈ ബ്രഹ്മചൈതന്യത്തിനോട് ഐക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചൈതന്യേന പ്രകാശ്യമാനം ആത്മചൈതന്യേനാഭി പ്രകാശിതം ഭവതി. ഒരാൾ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കും പോകേണ്ട സ്ഥലത്ത് ആ വഴിക്ക് തന്നെയാണ് നിൽക്കുക. ഒരാൾ വണ്ടി എടുത്ത് ആ വണ്ടിയിൽ ഞാനും കയറുന്നാൽ മതിയല്ലോ, ഞാനും വേറെ ഓടേണ്ട ആവശ്യമില്ല. ഒരാൾ പോകുന്നത് മറ്റേ ചന്തയിലേക്കാണ്, കാർ എടുത്തിട്ടാണ് പോണത്, അയാൾ എന്തായാലും പോവുകയാണ്, ഞാനും അതിൽ തന്നെ കയറുന്നാ പോരെ. വേറെ കാർ എടുത്ത് പിന്നാലെ പോകണമെന്നില്ലല്ലോ, അയാൾ സമ്മതിക്കുന്ന പക്ഷം അതിൽ തന്നെ കയറുന്നാ പോരെ എന്ന് പറയുന്ന ന്യായേന ബ്രഹ്മചൈതന്യത്തിനാൽ പ്രകാശിക്കപ്പെടുന്ന ഈ വസ്തു ആത്മചൈതന്യത്തിനാൽ പ്രകാശിപ്പിക്കപ്പെടണമെങ്കിൽ, ഇത് മലയാളത്തിൽ പറയാനാണ് കുട്ടികളെ വിഷമം, പ്രകാശിപ്പിക്കപ്പെടണമെങ്കിൽ എന്ത് ഭാഷ അതൊക്കെ എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഒരു അവസ്ഥയായി തീരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മലയാളം പറയാറേ ഇല്ല. ഘടത്വസ്യ അത്യന്തം സരളമായിട്ടുള്ള പദമാണ്. ഇത് മലയാളത്തിൽ പറയണമെങ്കിൽ ഘടത്വത്തിന്റെ എന്ന് പറയണം. ഘടത്വത്തിന്റെ എന്ന് പറയണ്ടേ, ഘടത്വസ്യ എന്നുള്ള എളുപ്പം. എനിക്ക് എളുപ്പം അതാണ്, നിങ്ങൾക്ക് എളുപ്പം എന്താ അറിയില്ല. ഹേത്വധികരണ വൃത്തി അത്യന്താഭാവ അപ്രതിയോഗി സാധ്യസാമാനാധികരണ്യം. ഹേത്വധികരണ വൃത്തി അത്യന്താഭാവ പ്രതിയോഗിത അനവച്ഛേദക അനവച്ഛേദക സാധ്യതാവച്ഛേദക അവച്ഛിന്ന സാധ്യസാമാനാധികരണ്യം. ഇത് ഞങ്ങളുടെ ദൃഷ്ടിയിൽ എളുപ്പമുള്ള ഭാഷയാണ്. നിങ്ങളത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹേതുവിന്റെ അധികരണത്തിലുള്ള അത്യന്താഭാവത്തിന്റെ പ്രതിയോഗിതയുടെ അവച്ഛേദകമല്ലാത്ത യാതൊരു സാധ്യതാവച്ഛേദകമുണ്ടോ ആ സാധ്യതാവച്ഛേദകത്താൽ അനവച്ഛിന്നമായിരിക്കുന്ന യാതൊരു സാധ്യതാവച്ഛേദകമുണ്ടോ അതിനാൽ അവച്ഛിന്നമായിരിക്കുന്ന സാധ്യത്തിന്റെ അധികരണത്തിലുള്ള ഇരിപ്പ്. ഇതാണ് ഇതിന്റെ മലയാളം. ഇപ്പൊ മലയാളമാണോ എളുപ്പം സംസ്കൃതമാണോ നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ മതി, അത്രയൊന്നും വിഷമില്ല. ശരി, അത് തമാശ പറയേണ്ട ഇടയ്ക്ക് വിഷയം മാറിപ്പോവും. പറഞ്ഞുകൊണ്ടിരുന്ന ഓർക്കുന്നുണ്ടോ? ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തിനോട് എനിക്ക് താതാത്മ്യപ്പെടാൻ സാധിക്കുമെങ്കിൽ പിന്നെ വേറൊരു പണിയും ഞാൻ ചെയ്യേണ്ടതില്ല. കാരണം ആ ബ്രഹ്മചൈതന്യത്തിനാൽ പ്രകാശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണത്. ഇപ്പൊ എനിക്കെന്ത് വേണം? ആ ബ്രഹ്മചൈതന്യത്തോട് താതാത്മ്യപ്പെടുക മാത്രമേ ആവശ്യമുള്ളൂ. എനിക്കും അത് എൻ്റെ മുമ്പിലും അത് വെളിവാകുന്നു. ശരിയോ? ബ്രഹ്മചൈതന്യത്തിന് മുമ്പിൽ എപ്പോഴും ഇത് വെളിവാകുന്നുണ്ട്. എനിക്ക് കണ്ണു തുറക്കണം. കണ്ണു തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ആത്മചൈതന്യം ഇതിനെ പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മചൈതന്യത്തിനോട് താതാത്മ്യം പ്രാപിക്കുന്നു. താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ എനിക്കും അത് വെളിവാകുന്നു. ഇതാണ് അതിന്റെ ഏറ്റവും സരളമായിട്ടുള്ള ഭാഷ. പ്രക്രിയ മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കണം, ഈ ആത്മചൈതന്യവും ബ്രഹ്മചൈതന്യവും ഒന്നു തന്നെയല്ലേ? തത്വമസി എന്നല്ലേ എന്നുള്ളത്. അതിന് ഞാൻ ഉത്തരം പറഞ്ഞു, ഒന്ന് തന്നെയാണ്. ആരാ അല്ല എന്ന് പറഞ്ഞേ? പക്ഷേ താൽക്കാലികമായിട്ട് നമ്മളൊരു ഭേദം സൃഷ്ടിച്ചിട്ടുണ്ട്. അന്ധക്കരണം എന്ന ഉപാധിയെ കൊണ്ട് ആത്മചൈതന്യത്തെ പരിച്ഛിന്നമാക്കി വെച്ചു. ഈ പരിച്ഛേദം, അതുകൊണ്ട് ബ്രഹ്മചൈതന്യത്തിനും ആത്മചൈതന്യത്തിനുമുള്ള താതാത്മ്യം ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉള്ളതാണ്. എങ്കിലും ആ താതാത്മ്യം തത്കാലം ഒന്ന് നമ്മൾ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്ധക്കരണം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ എന്താ വേണ്ടു? അന്ധക്കരണം ഇവിടെ എത്തിയോ? കണ്ണു തുറന്ന സമയത്ത് അന്ധക്കരണം ഇവിടെ എത്തിയില്ലേ? അന്ധക്കരണം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം ഇവിടെ എത്തിയില്ലേ? അന്ധക്കരണാവച്ഛിന്ന ചൈതന്യമല്ലേ ഞാൻ? ഈ ആത്മചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ? അന്ധക്കരണത്തിനാൽ അവച്ഛിന്നമായ ചൈതന്യം. അവച്ഛിന്നം എന്നുള്ള ഭാഷ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നില്ലേ? ഘടാവച്ഛിന്നം ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? എന്ന പോലെ എടുത്താൽ മതി. ഒരു ഘടത്താൽ പരിച്ഛിന്നമായ ആകാശത്തിന് ഘടാവച്ഛിന്ന ആകാശം എന്ന് പറയുന്നു. എന്ന പോലെ സർവവ്യാപകമായ ചൈതന്യത്തിന് അന്ധക്കരണം എന്നൊരു പരിച്ഛേദം കൊടുത്തു കഴിഞ്ഞാൽ അത് അന്ധക്കരണാവച്ഛിന്ന ചൈതന്യമായി, അന്ധക്കരണ പരിച്ഛിന്നമായ ചൈതന്യമായി. ഈ അന്ധക്കരണ പരിച്ഛിന്നമായ ചൈതന്യം ഈ ബ്രഹ്മചൈതന്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധക്കരണം വേറെ എവിടെയെങ്കിലും മാറി ഈ വിഷയദേശത്തിൽ ഇല്ലാത്തപ്പോഴാണ്. വിഷയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മചൈതന്യം വിഷയദേശത്തുണ്ട്. വിഷയദേശം എന്ന് പറഞ്ഞാൽ വിഷയം നിൽക്കുന്ന സ്ഥലത്ത് അതിന്റെ അധിഷ്ഠാനമായിട്ടുള്ള ബ്രഹ്മചൈതന്യം ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല.
എനിക്ക് കാണുന്നുണ്ട്. തനിക്ക് കാണുന്നുണ്ടോ? ഇവിടെ ബ്രഹ്മചൈതന്യത്തിനെ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇവിടെ ആർക്കും കാണുന്നില്ല. കാണുന്നുണ്ട്. ഇല്ല. അയ്യോ, ഇവിടെ ബ്രഹ്മചൈതന്യം എനിക്ക് കാണുന്നുണ്ട്. ഇത് പണ്ട് രാമകൃഷ്ണ പരമഹംസര് ഈശ്വരനെ ഞാൻ പ്രത്യക്ഷമായി കാണിച്ചത് പറഞ്ഞ പോലെയാണ്. ഇവിടെ ബ്രഹ്മചൈതന്യത്തിനെ കാണാൻ നിങ്ങൾക്ക് തപസ്സം ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ മനസ്സിലാവുണ്ടോ? അത് കാണുന്നത് നിങ്ങൾ ബ്രഹ്മചൈതന്യമാണെന്ന് അറിയുന്നില്ല, അത്രേ ഉള്ളൂ. ഈ പുസ്തകത്തെ കാണുന്ന സമയത്ത് നിങ്ങൾ പുസ്തകത്വത്തിനെ കാണുന്നുണ്ടോ? എന്റെ അഭിപ്രായം എന്താ? പുസ്തകത്തെയും കാണുന്നുണ്ട്, ഞാൻ പുസ്തകത്വത്തെയും കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ കാണാത്തത് കൊണ്ടല്ല, കണ്ടത് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതിൽ പുസ്തകത്വത്തെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പുസ്തകം എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരുന്നില്ല. ഇതില് ഗോത്വമാണോ ഉള്ളത്, അതോ ഘടത്വമാണോ, അതോ പുസ്തകത്വമാണോ സംശയം ഉണ്ടോ? ഇതിനെ കണ്ടിട്ട് നിങ്ങൾ ഇത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകം ഉടനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകത്തെ മാത്രമല്ല പുസ്തകത്വത്തെയും കാണുന്നുണ്ട്. അംഗീകരിക്കണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് പുസ്തകത്വം എന്ന് പറഞ്ഞാൽ വേറെ സംഭവമൊന്നുമില്ല. അത്രേ ഉള്ളൂ. കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നതുപോലെ ഇവിടെ ബ്രഹ്മചൈതന്യത്തെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വസ്തു സത്തായിട്ടാണോ അറിയുന്നത്, അസത്തായിട്ടാണോ നിങ്ങൾ അറിയുന്നത്? സത്ത് എന്നല്ലേ അറിയുന്നത്. ഇതം പുഷ്പം സത്ത് എന്നല്ലേ നിങ്ങൾ അറിയുന്നത്. ഈ സത്ത് എന്ന് പറയുന്ന സാധനം അസ്ഥിഭാതി പ്രിയം രൂപം നാമചേത്യംശപഞ്ചകം ആദ്യത്രയം ബ്രഹ്മരൂപം അല്ലെ. സദ്രൂപേണ സർവത്ര പ്രകാശിക്കുന്നത് ബ്രഹ്മതത്വമാണ് എന്നാണ് സിദ്ധാന്തം. വേറൊന്നുമില്ല. അപ്പൊ ഇതിനെ നിങ്ങൾ സത്തായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഈ സത്ത് എന്ന് പറയുന്നത് പൂവിനെ കുറിച്ചല്ല, ബ്രഹ്മത്തെ കുറിച്ചാണ്. പക്ഷെ നമ്മളുടെ ഭ്രമം കൊണ്ട് പൂവിനെ കുറിച്ചാണ് തെറ്റിദ്ധരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇതാണ് വേദാന്ത സിദ്ധാന്തം. ആണോ? അതുകൊണ്ട് ബ്രഹ്മത്തെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം എന്നിങ്ങനെ കാണുന്നില്ല, സത്ത് എന്ന് കാണുന്നില്ലേ. സത്തായിട്ട് ഈ പൂവിനെ നിങ്ങൾ സത്തായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ആ സത്ത് എന്നുള്ള അംശം ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് എന്ന് ഉപനിഷത്ത് നമുക്ക് ഉപദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പൂവിനെ കാണുന്നതിന്റെ ഒപ്പം തന്നെ ബ്രഹ്മത്തെയും കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരമായി. ഇനി എന്താ മോക്ഷത്തിന് താമസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല. എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിനെ സദ്രൂപേണ അവിടെ കാണാത്തത് കൊണ്ടല്ല കുഴപ്പം, അതിന്റെ പുറമെ പൂവിനെയും കാണുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? പൂവ് എന്ന് പറയുന്നത് ജഗത്തിൽ ഉൾപ്പെട്ട ഒന്നാണ്, മിഥ്യാഭൂതമാണ്. അപ്പൊ മിഥ്യാഭൂതമായ ഒരു വസ്തുവിനെ കാണാതെ നിങ്ങൾക്ക് ബ്രഹ്മത്തെ കാണാൻ കഴിയുന്നില്ല. ബ്രഹ്മത്തെ സദ്രൂപേണ കാണാൻ കഴിയാത്തതല്ല നമ്മുടെ പ്രശ്നം. മറിച്ച് എന്താണ്, അതിനെ കാണുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ ആരോപിക്കപ്പെട്ട ഒരു വസ്തുവിനെ കൂടി കാണുന്നു. ഞാൻ ഉദാഹരണം പറയാം. കയറിൽ പാമ്പിനെ കാണുന്ന സമയത്ത് നിങ്ങൾ കയറിനെ കാണുന്നുണ്ടോ ചോദിച്ചാൽ എന്താ മറുപടി പറയാം? ഇല്ല എന്നല്ലേ സാമാന്യക്ക് പറയാം. ഞാൻ പറയുന്നു ഉണ്ട്. ഉണ്ട്. കയറിനെ നിങ്ങൾ കണ്ടതേ ഇല്ല നിൽക്കുക, അയം സർപ്പാന്ന് ഭ്രമം വരുക. കണ്ണടച്ചിരിക്കുന്ന ആൾക്ക് അയം സർപ്പാന്ന് ഭ്രമം വരുക. അപ്പൊ അയം എന്നൊന്നും കാണുന്നില്ലേ? അപ്പൊ ഈ അയം എന്ന് നിർദ്ദേശിക്കുന്ന വസ്തു വാസ്തവത്തിൽ എന്താണ്? കയറല്ലേ. അപ്പൊ കയറിനെ കാണുന്നില്ല എന്ന് എങ്ങനെ പറയാ? കയറിനെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ കയറിനെയാണ് കാണുന്നത് സമ്മതിക്കാത്തത്? എന്താണ്? ആരോപിക്കപ്പെട്ട സർപ്പത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് സർപ്പമാണ് അതെന്ന് ചിന്തിക്കുന്നു, അത്രേ ഉള്ളൂ. കയറിനെ കാണാത്തത് കൊണ്ടല്ല പ്രശ്നം. അപ്പൊ ഇവിടെ സത്ത് എന്ന് നിങ്ങൾ അറിയുന്നത് വാസ്തവത്തിൽ ബ്രഹ്മത്തിനെ ആണെങ്കിലും ബ്രഹ്മത്തിനെ ഞാൻ സാക്ഷാത്കരിക്കുന്നു എന്ന അനുഭവം നമുക്ക് ഇല്ലാത്തത് എന്താ കാരണം? പൂവ് അവിടെ കാണുന്നത് കൊണ്ടാണ്. അതിൽ ആരോപിക്കപ്പെട്ട പൂവിനോട് കൂടിയാണ് അത് കാണുന്നത്. അതുകൊണ്ടാണ്. എപ്രകാരമാണോ ആരോപിക്കപ്പെട്ട സർപ്പത്തോടു കൂടി കയറിനെ കാണുന്നത്, ആ സമയത്ത് കയറ് എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നില്ല, സർപ്പഹ എന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. എന്ന് വെച്ച് വാസ്തവത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കയറിനെ കാണുന്നുണ്ട്. ഇതം എന്നുള്ള നിലയ്ക്ക് അയം എന്ന് നിർദ്ദേശിക്കുന്നത് കയറിനെയാണ് എന്ന് പറയുന്നത് പോലെ എവിടെ എത്തി? അപ്പോ ബ്രഹ്മം ഇവിടെ ഉണ്ട്. അത് സ്വപ്രകാശമാണ്. അത് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോ എനിക്ക് എന്ത് പറ്റി? അന്ധക്കരണത്താൽ പരിച്ഛിന്നമായിട്ട് ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് ഈ വിഷയവുമായിട്ട് ഈ വിഷയത്തെ, എൻ്റെ ആത്മചൈതന്യം ഈ വിഷയത്തെ എനിക്ക് വേണ്ടി പ്രകാശിപ്പിച്ച് തരണമെങ്കിൽ
ഞാൻ എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഇതിനെ ആൾറെഡി പ്രകാശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആ ബ്രഹ്മവുമായിട്ട് താതാത്മ്യം പ്രാപിക്കേണ്ട കാര്യമുള്ളൂ. അതിന് ഇനിയിപ്പോ എന്താ വേണ്ടത്? അതിനൊന്നും വേണ്ട, കണ്ണു തുറന്നാൽ മതി. കണ്ണു തുറന്നാൽ താതാത്മ്യം ഉണ്ടാവുമോ? ഉണ്ടാവും. എങ്ങനെയാണ്? കണ്ണു തുറന്ന ഉടനെ അന്ധക്കരണം ഇവിടെ എത്തി. അന്ധക്കരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആത്മചൈതന്യം ഇവിടെ എത്തി. ആത്മചൈതന്യം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബ്രഹ്മചൈതന്യം അവിടെ തന്നെ ഉണ്ട്. താതാത്മ്യം പ്രാപിച്ചോളും. താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശിച്ചോളും. ശരിയോ? ബുദ്ധിമുട്ടൊന്നുമില്ലോ. ഇതാണ് ഇപ്പൊ പ്രക്രിയ. ഇതിനാണ് അഭേദാഭിവ്യക്ത്യർത്ഥ വൃത്തി. ഇതൊക്കെ ഇനിയിപ്പോ നമ്മൾ ഒരു തമാശ പറയുന്ന പോലെ പറഞ്ഞതേ ഉള്ളൂ. ഇതിനെ ശാസ്ത്രീയമായ അച്ചടക്കത്തോടു കൂടി അതിനെ പ്രതിപാദിക്കേണ്ടതുണ്ട്. അഭേദാഭിവ്യക്തി എന്ന് പറയും. അഭേദേന അഭിവ്യക്തി വേണം. ഈ വൃത്തിയുടെ ആവശ്യം എന്താണ് വെച്ചാൽ അന്ധക്കരണം ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞില്ലേ? അന്ധക്കരണം ഇവിടെ എത്തേണ്ട ആവശ്യം എന്താ? അപ്പോഴാണ് ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മവുമായിട്ട് അഭേദം വരുള്ളൂ എനിക്ക്. ജീവബ്രഹ്മ ഐക്യം നടക്കുന്നുണ്ട്. എന്താ? ഈ വസ്തുവിനെ കാണുന്ന സമയത്ത് ജീവബ്രഹ്മ ഐക്യം നടക്കുന്നുണ്ട് എന്ന് വന്നു. എന്തില് സംശയം എന്താണ്? ബ്രഹ്മവും എന്നില്ല. ഇപ്പോ അന്ധക്കരണ വൃത്തിയിൽ പ്രതിബിംബിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അതിപ്പോ ബ്രഹ്മവും ജീവനും രണ്ടും ഇല്ല, രണ്ടും കൂടി ഒന്നായി ഇപ്പോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ കാണുന്ന സമയത്ത് ഈ പരിച്ഛേദം മാറിയിട്ട് ജീവബ്രഹ്മ ഐക്യം നടക്കുന്നുണ്ട് അവിടെ. മനസ്സിലാക്കിയിട്ടുണ്ടോ? പിന്നെ എന്താണ് ഈ മോക്ഷം സംഭവിക്കാത്തത്? എല്ലാവർക്കും ഒരു വസ്തുവിനെ കണ്ട ഉടനെ മോക്ഷം പ്രാപിക്കണ്ടേ? ഇല്ല. ഇത്തരം ജീവബ്രഹ്മ ഐക്യം കൊണ്ട് കാര്യമില്ല. ഈ ജീവബ്രഹ്മ ഐക്യം ആ വസ്തുവിനെ കാണാനുള്ള ഉപയോഗിക്കുന്നതാണ്. വസ്തുവിനെ അതിലേക്ക് ഞാൻ പിന്നെ വരാം. ഇത് ജീവബ്രഹ്മ ഐക്യമാണോ വെച്ച് കഴിഞ്ഞാൽ ആണ്. പക്ഷെ ഈ ജീവബ്രഹ്മ ഐക്യം കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം സിദ്ധിക്കില്ല. ഇത് ജഗത്തിനെ കാണാൻ വേണ്ടിയുള്ള ജീവബ്രഹ്മ ഐക്യമാണ്. ഇനി ജഗത്തിൽ നിന്ന് സംസാരത്തെ തരണം ചെയ്യാനുള്ള ഒരു ജീവബ്രഹ്മ ഐക്യമുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് പിന്നെ പറയാം. അപ്പൊ തൽക്കാലം വസ്തുക്കളെ കാണാൻ വേണ്ടി അവിടെ തന്നെ ജീവബ്രഹ്മ ഐക്യം ഉണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് പറയണ വിചാരിക്കണ്ട, പുസ്തകത്തിൽ നിന്ന് എടുക്കാം. ഓക്കെ. അപ്പോ ഇനി നമുക്ക് കുറച്ച് വായിക്കാം. ഈ പറയുന്നതൊക്കെ ഞാൻ പറയുന്നതാണോ അതോ പുസ്തകത്തിലുണ്ടോ നിങ്ങൾക്ക് ഉറപ്പുവരുത്തണല്ലോ. സിദ്ധാന്തേ പ്രത്യക്ഷത്വ പ്രയോജകം കിമിതി ചേത്. നിങ്ങൾക്ക് എപ്പോഴാണ് നിർത്തേണ്ടത്? നിങ്ങൾ പറയൂ. സാറുമാരുടെ മുഖത്തേക്ക് നോക്കണ്ട, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എപ്പോഴാണ് നിർത്തേണ്ടത്. ഒരു 15 മിനിറ്റ് സഹിക്കാൻ പറ്റുമോ? ശരി. സിദ്ധാന്തേ പ്രത്യക്ഷത്വ പ്രയോജകം കിമിതി ചേത് കിം ജ്ഞാനഗതസ്യ പ്രത്യക്ഷത്വസ്യ പ്രയോജകം പൃച്ഛസി കിം വാ വിഷയഗതസ്യ. ഈ ചോദ്യത്തിന്റെ അർത്ഥം ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ആദ്യേ, അതായത് പ്രത്യക്ഷജ്ഞാനത്തിന്റെ ലക്ഷണമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പ്രമാണ ചൈതന്യസ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭേദ ഇതി ബ്രൂമഃ. ഒരു അഭേദം എന്നൊരു ശബ്ദം കിട്ടിയോ? അഭേദം ഒരു ശബ്ദം കിട്ടിയില്ലേ? അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒന്ന് രണ്ട് ശബ്ദങ്ങൾ വന്നു. പ്രമാണ ചൈതന്യസ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭേദ. അതെന്താണ് വ്യാഖ്യാനിക്കണം. പക്ഷെ ഈ വ്യാഖ്യാനം എങ്ങോട്ടാണ് പോണത് നിങ്ങൾ ഉള്ളിൽ വെക്കണം. അഭേദ. എന്തഭേദമാണ്? ഈ വിഷയദേശത്തിലുള്ള ബ്രഹ്മചൈതന്യത്തിന്റെയും അന്ധക്കരണ പരിച്ഛിന്നമായ ആത്മചൈതന്യത്തിന്റെയും അഭേദം. ഇതിനെ കുറിച്ചാണ് ഇവിടെ ഈ അഭേദ എന്ന് പറഞ്ഞത്. അതിനെ ആചാര്യൻ പറഞ്ഞ ഭാഷ എന്താണ്? പ്രമാണ ചൈതന്യസ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭേദ എന്നാണ് ശബ്ദം പ്രയോഗിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഊഹിക്കാം, പ്രമാണ ചൈതന്യസ്യ വിഷയാവച്ഛിന്ന ചൈതന്യ അഭേദ. രണ്ട് വാക്കാണ് വന്നത്. വിഷയാവച്ഛിന്ന ചൈതന്യം, പ്രമാണ ചൈതന്യം. വിഷയാവച്ഛിന്ന ചൈതന്യം, പ്രമാണ ചൈതന്യം. എന്താവും? വിഷയാവച്ഛിന്ന ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം നിൽക്കുന്ന സ്ഥലത്ത് മുമ്പ് തന്നെ ഉള്ള ബ്രഹ്മചൈതന്യം. അതിനെയാണ് വിഷയാവച്ഛിന്ന ചൈതന്യം എന്ന് വെച്ചിരിക്കുന്നത്. പ്രമാണ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അന്ധക്കരണ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യം. അന്ധക്കരണ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യത്തിനെയാണ് പ്രമാണ ചൈതന്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിഷയാകാരേണ പരിണമിച്ച അന്ധക്കരണ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യത്തിനെയാണ് പ്രമാണ ചൈതന്യം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ നോട്ട് എഴുതി ശീലമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചിലതൊക്കെ എഴുതി വെക്കാൻ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റെക്കോർഡ് കേട്ട് എഴുതി വെക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. എന്നിട്ട് അതിനെ ഒന്ന് സ്വയം ഇരുന്ന് അതിനെ ഒന്ന് മനനം ചെയ്യണം. ഈ പറഞ്ഞതൊക്കെ ശരിയായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോഴാണത് തെളിഞ്ഞു വരുള്ളൂ.
മനസ്സിലായോ? പ്രമാണ ചൈതന്യം എന്ന് പറഞ്ഞാൽ അന്ധക്കരണ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യം. ആ ചൈതന്യം ഇപ്പൊ എവിടെയുള്ളത്? ഇവിടെ എത്തിയോ? ഇവിടെ ഉണ്ടോ? ആ, അത് വിഷ്വലൈസ് ചെയ്യണം. ബ്രഹ്മചൈതന്യം, വിഷയാവച്ഛിന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയത്തെ മുമ്പ് തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മചൈതന്യം. അതെവിടെയുള്ളത്? ഇവിടെ തന്നെ ഉണ്ടോ? അപ്പൊ ഐക്യത്തിന് തടസ്സമൊന്നുമില്ലല്ലോ. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഐക്യം ഒരു തടയോ ബുദ്ധിമുട്ടുള്ളൂ. ഇവിടെ തന്നെയാണ് വെച്ചാൽ ഐക്യത്തിന് തടസ്സമൊന്നുമില്ല. അതുകൊണ്ട് ഐക്യം വന്നു. അങ്ങനെ ഐക്യം വന്നാൽ അത് പ്രത്യക്ഷമായി, വിഷയം പ്രത്യക്ഷമായി. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യേ പ്രമാണ ചൈതന്യസ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭേദ ഇതി ബ്രൂമഃ തഥാഹി ത്രിവിധം ചൈതന്യം. ഇനി വ്യാഖ്യാനിക്കാൻ പോവാണ്. ചൈതന്യത്തിനെ നമുക്ക് ആദ്യം 3 തരത്തിൽ തിരിക്കാം. ത്രിവിധം ചൈതന്യം, പ്രമാതൃ ചൈതന്യം, പ്രമാണ ചൈതന്യം, വിഷയ ചൈതന്യം ചേതി. തത്ര ഘടാദ്യവച്ഛിന്നം ചൈതന്യം വിഷയ ചൈതന്യം, അന്ധക്കരണ വൃത്യവച്ഛിന്നം ചൈതന്യം പ്രമാണ ചൈതന്യം, അന്ധക്കരണാവച്ഛിന്നം ചൈതന്യം പ്രമാതൃ ചൈതന്യം. വല്ലതും മനസ്സിലായോ? മനസ്സിലായി? ഞാൻ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ അർത്ഥം പറയണത്. തഥാഹി ത്രിവിധം ചൈതന്യം. ഏകമേവ അദ്വിതീയം എന്നുള്ളതിനെ കൊണ്ട് വാസ്തവത്തിൽ ചൈതന്യം ഒന്നാണ്. പക്ഷേ ഒന്ന് എന്നുള്ള പാരമാർത്ഥിക തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ വ്യവഹാരം നടക്കില്ല. വ്യവഹാരം നടക്കണ്ട പാരമാർത്ഥിക തലത്തിൽ. എത്ര ത്വസ്യ സർവം ആത്മൈവാഭൂ തത് കേന കിം പശ്യേ. പക്ഷേ വ്യവഹാരം നടക്കണം. ഇപ്പോ എത്ര ഹി ദ്വൈതമിവ ഭവതി തത് ഇതരം പശ്യതി ശൃണോതി ജിഘ്രതി ഒക്കെ വേണം. ഇപ്പൊ വ്യവഹാരം നടക്കേണ്ട സമയമല്ലേ? വ്യവഹാരം നടക്കേണ്ട സമയത്ത് നടക്കണം. അപ്പൊ വ്യവഹാരം നടത്തണമെങ്കിൽ എന്ത് വേണം? ഒരേ ചൈതന്യത്തിനെ 3 കണക്കാക്കണം. എങ്ങനെയാണ് മൂന്നായിട്ട് കണക്കാക്കേണ്ടത്? വിഷയാവച്ഛിന്ന ചൈതന്യമെന്നും പ്രമേയ ചൈതന്യമെന്നും പ്രമാതൃ ചൈതന്യമെന്നും. പ്രമേയ ചൈതന്യം എന്ന് പറഞ്ഞാൽ വിഷയ ചൈതന്യം എന്നർത്ഥം. ഞാൻ പ്രമേയ ചൈതന്യം എന്ന് പറഞ്ഞു. പ്രമേയം എന്ന് പറഞ്ഞാൽ വിഷയം. വിഷയ ചൈതന്യമെന്നും പ്രമാതൃ ചൈതന്യമെന്നും പ്രമാണ ചൈതന്യമെന്നും. പ്രമാണാവച്ഛിന്ന പ്രമാണ ചൈതന്യം. എന്താ അതിനൊക്കെ അർത്ഥം? നോക്കൂ, ഒരു ജ്ഞാനം സംഭവിക്കുമ്പോൾ ത്രിപുടി എന്ന് നമ്മൾ പറയും. 3 ചുരുക്കത്തിൽ വേണം. വിഷയം വേണം, വിഷയജ്ഞാനം വേണം, വിഷയത്തെ അറിയുന്ന ജ്ഞാതാവ് വേണം. ജ്ഞാതാവ്, മലയാളത്തില് ഋകാരാന്ത ശബ്ദങ്ങളൊക്കെ ആവ് എന്ന് വരും. നിങ്ങൾക്ക് നല്ല മലയാളം അറിയുമെങ്കിൽ സംസ്കൃതത്തിൽ പെട്ടെന്നത് ഏത് അന്തമാണോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ആവ് എന്ന് പറയില്ലേ, രാജാവ്, രാജാ, അത് നകാരാന്താണ്. മലയാളത്തിൽ ആവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നകാരാന്താവും അല്ലെങ്കിൽ ഋകാരാന്താവും. രാജാവ്, രാജാ, രാജാനോ, രാജാന, നകാരാന്താണ്. മാതാ, മാതാവ്, മാതരവും, മാതര, ഋകാരാന്താണ്. പ്രമാദ എന്ന് പറഞ്ഞാലോ, പ്രമാതാവ് എന്ന് പറഞ്ഞാലോ, അറിയുന്നവൻ. അറിയുന്നവൻ വേണം, വ്യവഹാരം അപ്പോഴേ ശരിയാവുള്ളൂ. അറിയുന്നവൻ വേണം, അറിവ് വേണം, അറിയപ്പെടുന്ന ഓബ്ജക്റ്റ് വേണം. 3 അറിയപ്പെടുന്ന വിഷയം, അറിവ്, അറിയുന്നവൻ. ഈ 3 ആദ്യം കാറ്റഗറി തിരിക്കണം. അതിന് തിരിച്ചു ശേഷം മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ അറിയപ്പെടുന്ന വസ്തുവിനെ സംബന്ധിക്കുന്ന ചൈതന്യമാണ് വിഷയ ചൈതന്യം, പ്രമേയ ചൈതന്യം. ഒക്കെ ചൈതന്യവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. അറിയപ്പെടുന്ന വസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചൈതന്യത്തിനാണ് വിഷയ ചൈതന്യം എന്ന് പറയുന്നത്. അറിവ് എന്ന് നമ്മൾ പറയുന്നില്ലേ, ഉണ്ടായി നശിക്കുന്ന അറിവ്, അതെന്താണ്? പ്രമാണ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഷയാകാരേണ പരിണത വൃത്യവച്ഛിന്ന ചൈതന്യം. വിഷയാകാരത്തിൽ പരിണമിക്കപ്പെട്ട വൃത്തിയാൽ അവച്ഛിന്നമായ ചൈതന്യമാണ് അറിവ്. അറിവ്, അറിയുന്നവനല്ല. അയ്യോ, തലേക്കറിയോ? ഇനി എന്ത് വേണം? അറിയുന്നവൻ വേണം. അതാരാണ്? ഞാൻ. പ്രമാദ എന്ന് പറഞ്ഞാലോ, അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം. അന്ധക്കരണാവച്ഛിന്ന ചൈതന്യവും അന്ധക്കരണ വൃത്യവച്ഛിന്ന ചൈതന്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചെറിയൊരു വ്യത്യാസമുണ്ട്. അന്ധക്കരണവും അന്ധക്കരണ വൃത്തിയും ഒന്നാണോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അന്ധക്കരണം പരിണമിക്കാത്ത അവസ്ഥയിലാണ് അല്ലെങ്കിൽ അന്ധക്കരണം എന്നുള്ള നിലയ്ക്ക് അന്ധക്കരണം. ഇത് നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അന്ധക്കരണത്വേന രൂപേണ അന്ധക്കരണ വൃത്തിത്വേന രൂപേണ ദ്വേധാ അവച്ഛേദകം. ഒരേ വസ്തുവിനെ തന്നെ അന്ധക്കരണമായിട്ടും അന്ധക്കരണ വൃത്തിയായിട്ടും കണക്കാക്കുന്നു. അന്ധക്കരണം എന്ന നിലയ്ക്ക് അന്ധക്കരണത്താൽ പരിച്ഛിന്നമായ ചൈതന്യത്തിനെയാണ്
ജീവൻ, ഞാൻ എന്ന് ഞാൻ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അന്ധക്കരണത്തിന്റെ ധർമ്മങ്ങളൊക്കെ എൻ്റെ ധർമ്മങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതാണ് വേദാന്തത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള രീതി. നമുക്കറിയാലോ, അന്ധക്കരണത്തിന്റെ ധർമ്മമാണ് എന്റെ ധർമ്മം. എന്തുകൊണ്ടാണ് പറയുന്നത്? അന്ധക്കരണത്തിനാണ്, അവച്ഛിന്ന ചൈതന്യത്തിനെയാണ് ഞാൻ എന്ന് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ധാരണ നിൽക്കുന്നിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പോ അന്ധക്കരണത്താൽ പരിച്ഛിന്നമായ ചൈതന്യമാണ് പ്രമാതാവ്, അറിയുന്നവൻ. അറിവ് എന്ന് പറഞ്ഞാലോ, വിഷയാകാരേണ പരിണത അന്ധക്കരണ വൃത്തി പ്രതിഫലിത ചൈതന്യം. ഇതാണ് അറിവ്. അറിയപ്പെടുന്നത് എന്താണ്? വിഷയം. അതുമായി ബന്ധപ്പെട്ട ചൈതന്യം വിഷയ ചൈതന്യം അഥവാ വിഷയാവച്ഛിന്ന ചൈതന്യം. ഇപ്പൊ മൂന്നിനെയും നമ്മൾ ചൈതന്യ രൂപത്തിൽ, ചൈതന്യം എന്നൊരു ഫോർമാറ്റിലാണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രമാതൃ ചൈതന്യം എന്ന് പറഞ്ഞാൽ അന്ധക്കരണത്തിനാൽ പരിച്ഛിന്നമായ ചൈതന്യം. പ്രമാണ ചൈതന്യം എന്ന് പറഞ്ഞാൽ വൃത്തിയാൽ പരിച്ഛിന്ന, അന്ധക്കരണ വൃത്തിയാൽ വൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യം. മറ്റതും പ്രതിബിംബിച്ചത് തന്നെയാണ്. അവച്ഛിന്നം എന്ന് പറഞ്ഞാൽ പ്രതിബിംബിച്ചത്, അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ച ചൈതന്യം അത് എപ്പോഴും ഉണ്ട്. ഈ ജീവൻ, ഞാൻ എന്ന് പറഞ്ഞ പദാർത്ഥം എപ്പോഴും ഇല്ലേ? ഞാൻ കണ്ണുകൊണ്ട് വിഷയത്തെ കാണാത്ത സമയത്തും ഞാനുണ്ട്, ഇല്ലേ? ഞാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ ആരാണ്? പ്രമാത. എന്റെ ലക്ഷണം എന്താണ്? അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം. ഇതാണ് ജീവഹ നാമക. അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം ജീവഹ. വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കല്ല, പുസ്തകങ്ങളിലുണ്ട്. അപ്പോ ത്രിവിധം ചൈതന്യം, പ്രമാതൃ ചൈതന്യം, പ്രമാണ ചൈതന്യം, വിഷയ ചൈതന്യം ചേതി തത്ര ഘടാദ്യവച്ഛിന്ന ചൈതന്യം വിഷയ ചൈതന്യം. ശരിയില്ലേ? ഘടാദി വിഷയങ്ങളാൽ അവച്ഛിന്നമായ ചൈതന്യത്തിനെയാണ് വിഷയ ചൈതന്യം എന്ന് പറയുന്നത്. പിന്നെ അന്ധക്കരണ വൃത്തിയാൽ അവച്ഛിന്നമായ ചൈതന്യമാണ് പ്രമാണ ചൈതന്യം. അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം പ്രമാതൃ ചൈതന്യം. ഇപ്പൊ മൂന്ന് പേരെയും വേറെ വേറെ ആക്കി. ഇനി എന്താ വേണ്ട? മൂന്ന് പേരും കൂടി ഒരുമിക്കണം. മൂന്ന് പേരും ഇപ്പൊ വേറെയാക്കി മനസ്സിലാക്കി. വിഷയ ചൈതന്യം വേറെ, വിഷയാകാരണ പരിണമിക്കപ്പെട്ട അന്ധക്കരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം വേറെ, അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം വേറെ. ഇപ്പോ ഇങ്ങനെ മനസ്സിലാക്കൂ. അന്ധക്കരണം ഇവിടെ നിൽക്കുന്നു, അന്ധക്കരണ വൃത്തി ഇവിടുന്ന് അങ്ങനെ പുറപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. വിഷയാവച്ഛിന്ന ചൈതന്യം ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇപ്പൊ വിഷയത്തെ കാണുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നത്? മൂന്ന് പേരും കൂടി ഒരുമിക്കുകയാണ് ചെയ്യുന്നത്. മൂന്ന് പേരും കൂടി ഒരുമിക്കുകയാണോ? അല്ലയോ? ഒരുമിക്കുകയാണ്. എങ്ങനെയാണ് ഉണ്ടായി ഒരുമിച്ചത്? അന്ധക്കരണം ഇവിടെ എത്തി. അന്ധക്കരണം ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്ധക്കരണ വൃത്തി വിഷയദേശത്തിലെത്തി. അപ്പൊ അന്ധക്കരണ വൃത്തിവച്ഛിന്ന ചൈതന്യം എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. അപ്പൊ അന്ധക്കരണ വൃത്തിവച്ഛിന്ന ചൈതന്യം ഇവിടെ ഉണ്ടെങ്കിൽ അന്ധക്കരണവും അവിടെ ഉണ്ട്. അന്ധക്കരണ വൃത്തിവച്ഛിന്ന ചൈതന്യം ഇവിടെ ഉണ്ടെങ്കിൽ അന്ധക്കരണ വൃത്തി ഇവിടെ ഉണ്ട്. അന്ധക്കരണ വൃത്തി ഇവിടെ ഉണ്ടെങ്കിൽ അന്ധക്കരണവും അവിടെ ഉണ്ട്. അപ്പൊ അന്ധക്കരണം ഇവിടെ ഇല്ലേ? വിഷയം കാണുന്ന സമയത്ത് മനസ്സ് ഇവിടുന്ന് അങ്ങോട്ട് ചാടിപ്പോയോ? പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ പറഞ്ഞ നേരത്തെ. മനസ്സ് ശരീരത്തിന്റെ അകത്തുനിന്ന് അങ്ങോട്ട് ചാടിയിട്ട് ഇവിടേക്ക് എത്തിയോ? അങ്ങനെ വിചാരിക്കണ്ട. ഈ ചാടിയിട്ട് നിങ്ങൾ അവിടെ എത്തിയെന്ന് വിചാരിച്ചാലും നിരോധമില്ല. ഇവിടുന്ന് പോയിട്ടില്ല. വെടിയുണ്ട്. അതിനാണ് ഞാൻ ഒരു ഇലാസ്റ്റിക് പോലെ അതിനെ സങ്കല്പിച്ചോളൂ എന്ന് പറഞ്ഞത്. ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് വെച്ച പോലെയാണ്. വെടിയുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ഫീലിംഗ് കിട്ടണ്ടേ? ഇവിടെ ഫീലിംഗ് കിട്ടണോ വേണോ? അതുകൊണ്ട് ആള് ഇവിടെ ഉണ്ട്. അവിടെ ഞാൻ ഇവിടെ എത്തിയെന്ന് ധരിക്കരുത്. ഇവിടെയും ഉണ്ട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണം. ഇവിടുന്ന് പോയിട്ടില്ല. ഞാൻ തമാശയായിട്ട് പറയുന്നുള്ളൂ. വാസ്തവത്തിൽ എന്തേ ഉള്ളൂ? അന്ധക്കരണം ഇവിടെ ഉണ്ട്. അന്ധക്കരണത്തിന്റെ വൃത്തി ഇവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃത്തി എത്തിയത് കൊണ്ട് അന്ധക്കരണത്തിന്റെ ഒരു ഭാഗം ഇവിടെ എത്തിയെന്നേ ഉള്ളൂ. ഇവിടുന്ന് പോയിട്ടില്ല. അന്ധക്കരണം മനസ്സിലായിക്കോളൂ, ശരീരത്തെ വിട്ട് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അന്ധക്കരണം എന്ന് പറയുന്ന സാധനം ശരീരത്തെ വിട്ട് എപ്പോ പോകുന്നുവോ ആ അവസ്ഥയ്ക്കാണ് മരണം എന്ന് പറയുന്നത്. മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധക്കരണം ശരീരത്തിൽ നിന്ന് പോയി എന്നർത്ഥം. ആത്മാവ് എവിടുന്ന പോണത്? ആത്മാവിലും പോലും വരലൊന്നുമില്ല. അന്ധക്കരണം പോകുന്നതിനാണ് മരിക്കുക എന്ന് പറയാം. അപ്പോ വിഷയം കാണുന്ന സമയത്ത് അന്ധക്കരണം പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിട്ടുപോയി എന്നർത്ഥമല്ല, വിടാതെ പോയി എന്നർത്ഥമാണ്. ഇവിടുന്നുള്ള കണക്ഷൻ വിടാതെ ഇവിടെ എത്തിയിരിക്കുകയാണ് ആള്. ശരിയോ? അപ്പോ അന്ധക്കരണ വൃത്തി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വൃത്തിവച്ഛിന്ന ചൈതന്യം ഇവിടെ ഉണ്ട്. ആ വൃത്തിയുടെ വൃത്തിക്ക് കാരണമായിരിക്കുന്ന അന്ധക്കരണം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാതിരിക്കരുത്. ഇവിടെയും ഉണ്ട്, ഇവിടെ ഉണ്ടല്ലോ. ശരി. അപ്പൊ അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം ഇവിടെ ഉണ്ട്. അന്ധക്കരണ വൃത്തിവച്ഛിന്ന ചൈതന്യവും ഇവിടെ ഉണ്ട്. വിഷയാവച്ഛിന്ന ചൈതന്യവും ഇവിടെ ഉണ്ട്. അപ്പൊ മൂന്ന് ചൈതന്യങ്ങളും തമ്മിൽ ഒരുമിക്കുന്ന അവസ്ഥ സംഭവിക്കുന്നുണ്ടോ? ത്രയാണാം ഏകലോലി ഭാവ. അദ്വൈതസിദ്ധിയിലുള്ള ഒരു പങ്ക്തിയാണ്.
ത്രയാണാം ചൈതന്യാനാം ഏകലോലീഭാവ പ്രത്യക്ഷം. ഏകലോലീഭാവ ഒരു വാക്ക് പ്രയോഗിച്ചിരിക്കുകയാണ്. ഐക്യം എന്നർത്ഥമേ ഉള്ളൂ. ഏകലോലീഭാവ. ഇനി ഇതിന് ഉദാഹരണം ഒക്കെ പറയുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, വേഗം വായിച്ചു പോവാം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. തത്ര യഥാ തടാഗോദകം ഛിദ്രാൻ നിർഗത്യ കുല്യാത്മന കേദാരാൻ പ്രവിശ്യ തദ്വദേവ ചതുഷ്കോണാദ്യാകാരം ഭവതി. അർത്ഥം മനസ്സിലായോ? തദ് യഥാ തടാഗോദകം കുല്യാദ്വാര തോടുകളിലൂടെ കേദാരാൻ പ്രവിശ്യ വയലിൽ എത്തിച്ചേർന്നിട്ട് ചതുഷ്കോണാദ്യാകാരം ഭവതി 4 ചതുരത്തിലായി തീർന്നു വെള്ളം. ചതുഷ്കോണാദ്യാകാരം ഭവതി തഥാ തൈജസം അന്തഃകരണം അഭി. തൈജസമായ അന്തഃകരണം, അത് തൈജസം എന്നൊരു വിശേഷണം എന്തിനാന്ന് പിന്നെ പറയാം. തൈജസം അന്തഃകരണം അഭി ചക്ഷുരാദി ദ്വാര നിർഗത്യ. അർത്ഥം മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല. ആ വരിന്ന് അർത്ഥം കിട്ടുന്നുണ്ടോ നോക്കൂ. തൈജസം അന്തഃകരണം അഭി ചക്ഷുരാദി ദ്വാര നിർഗത്യ. നിർഗത്യ എന്ന് പറഞ്ഞാൽ വെളിയിൽ പോയിട്ട് ഘടാദി വിഷയദേശം ഗത്വ. മനസ്സിലായില്ലേ? ഘടാദി വിഷയദേശത്തിലേക്ക് പോയിട്ട് ഘടാദി വിഷയാകാരേണ പരിണമതേ. മനസ്സിലായില്ലേ? സയേവ പരിണാമ വൃത്തിരിത്യുച്യതേ. ആ പരിണാമത്തിനാണ് വൃത്തി എന്ന് പറയുന്നത്. അനുമിത്യാദി സ്ഥലേ ന അന്തഃകരണസ്യ വന്യാദിദേശഗമനം വന്യാദേശ് ചക്ഷുരാദി അസന്നികർഷാത്. അത് രണ്ടാമത് ഞാൻ പറയാം, അതിരിക്കട്ടെ. അവിടുന്ന് അങ്ങോട്ട് വായിക്കാം. തഥാച അയം ഘടഃ ഇത്യാദി പ്രത്യക്ഷ സ്ഥലേ. അയം ഘടഃ എന്ന പ്രത്യക്ഷം നടക്കുന്ന സന്ദർഭത്തിൽ എന്താ സംഭവിക്കുന്നത്? ഘടാദേഹേ തത്തദാകാര വൃത്തേശ്ച ബഹിരേകത്ര ദേശേ സമവധാനാത് തദുഭയാവച്ഛിന്ന ചൈതന്യം ഏകമേവ. അർത്ഥം മനസ്സിലാവുണ്ടോ? എന്താ മനസ്സിലായി? അയം ഘടഃ ഇത് പ്രത്യക്ഷ സ്ഥലേ, ഒരു ഘടത്തെ കാണുന്ന സമയത്ത് ഘടാദേഹേ ഘടം മുതലായ വിഷയങ്ങൾക്ക് തത്തത് ആകാര വൃത്തേശ്ച അതിൻ്റെയൊക്കെ ആകാരത്തിലുള്ള തദാകാര വൃത്തി. ഇത് രണ്ടും എവിടെയുള്ളത്? ഒരേ സ്ഥലത്തല്ലുള്ളത്. ബഹിരേകത്ര സമവധാന. ആ വിഷയമുള്ളിടത്ത് സമവധാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിക്കുന്നത് കൊണ്ട് അന്തഃകരണ വൃത്തിയും വിഷയവും ഒക്കെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. രണ്ടുപേരും ഒരുമിച്ചില്ലേ? അന്തഃകരണ വൃത്തി വിഷയദേശത്തില്ലേ? ആണ് പറഞ്ഞത്. അയം ഘടഃ ഇത്യാദി പ്രത്യക്ഷ സ്ഥലേ ഘടാദേഹേ തത്തത് ആകാര വൃത്തേശ്ച ബഹിഹി പുറത്ത്. ബഹി എന്ന് പറഞ്ഞാൽ വിഷയദേശത്ത്. ഏകത്ര ദേശേ ഒരേ സ്ഥലത്ത്. ഏകത്ര ദേശേ ഒരേ സ്ഥലത്ത് വിഷയദേശത്ത്. സമവധാന ഒരുമിക്കുന്നത് കൊണ്ട് തത് ഉഭയാവച്ഛിന്നം ചൈതന്യം ഏകമേവ. തത് ഉഭയാവച്ഛിന്നം ചൈതന്യം. ഉഭയാവച്ഛിന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം വിഷയത്താലും വൃത്തിയാലും അവച്ഛിന്നമായ ചൈതന്യം ഒന്നാണ് ഇപ്പോൾ. കാരണം എന്താ? വൃത്തി വിഷയദേശത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഉഭയാവച്ഛിന്നം, വിഷയത്താൽ അവച്ഛിന്നമായ ചൈതന്യവും വൃത്തിയാൽ അവച്ഛിന്നമായ ചൈതന്യവും ഇപ്പൊ വേറെ വേറെയല്ല. ചൈതന്യം രണ്ടും ഒന്നായി മാറി. അങ്ങനെ ഒന്നായി മാറിക്കഴിഞ്ഞാൽ വിഷയാവച്ഛിന്ന ചൈതന്യത്തിനാൽ പ്രകാശിക്കപ്പെടുന്ന വിഷയം വൃത്യവച്ഛിന്ന ചൈതന്യത്തിനാലും പ്രകാശിക്കപ്പെടുന്നു. വൃത്യവച്ഛിന്ന ചൈതന്യത്തിനാൽ പ്രകാശിക്കപ്പെടുമ്പോൾ അന്ധക്കരണാവച്ഛിന്ന ചൈതന്യത്തിന് വെളിപാടുണ്ടാവുന്നു, ഞാൻ ഈ വിഷയത്തെ കാണുന്നു എന്ന്. ശരിയോ? വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ജ്ഞാനത്തിനാൽ പ്രകാശിക്കപ്പെടുമ്പോൾ ജ്ഞാതാവിന് തോന്നലുണ്ടാവുന്നു, ഞാൻ ഇതിനെ കാണുന്നു എന്ന്. ജ്ഞാതാവ് ആരാണ്? ജ്ഞാതാവ് ആരാണ്? അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം. അതും അവിടെ തന്നെ ഉണ്ട്, ആയിക്കോട്ടെ. പക്ഷെ അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം എന്നുള്ള നിലയ്ക്ക് അത് ജ്ഞാതാവാണ്. അന്ധക്കരണ വൃത്യവച്ഛിന്ന ചൈതന്യം എന്നുള്ള നിലയ്ക്ക് അത് തന്നെയാണ് ജ്ഞാനം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എല്ലാം ഒരുമിച്ചാണ് പ്രതിബിംബിക്കുന്നത്. ഒരേ വൃത്തിയില്, ഒരേ അന്ധക്കരണ വൃത്തിയില്. അന്ധക്കരണ വൃത്തി ഇവിടെ ഉണ്ട്. ആ അന്ധക്കരണ വൃത്തിയില് പ്രതിബിംബിക്കുന്ന ചൈതന്യം ഇപ്പൊ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരും ഇവിടെ ഉണ്ട്. അത് വിഷയാവച്ഛിന്ന ചൈതന്യവുമാണ്, അന്ധക്കരണ വൃത്യവച്ഛിന്ന ചൈതന്യവുമാണ്, അന്ധക്കരണാവച്ഛിന്ന ചൈതന്യവുമാണ്. ഒരേ ചൈതന്യത്തെ ഇപ്പൊ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. 3ആയിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാധനം ഒന്നാണ്. കാരണം ഇപ്പോ ഈ വൃത്തിയും വിഷയവും ഒക്കെ ഒരേ സ്ഥലത്തുള്ളത് കൊണ്ട് അന്ധക്കരണവും അന്ധക്കരണ വൃത്തിയും
വിഷയവും ഒരേ സ്ഥലത്തല്ലേ? അപ്പോ വിഷയാവച്ഛിന്ന ചൈതന്യവും അന്ധകരണാവച്ഛിന്ന ചൈതന്യവും വൃത്യവച്ഛിന്ന ചൈതന്യവും ഒന്നായി കഴിഞ്ഞാൽ വിഷയാവച്ഛിന്ന ചൈതന്യത്തിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വസ്തു വൃത്യവച്ഛിന്ന ചൈതന്യത്തിനും വിഷയമാകുന്നു. അങ്ങനെയാവുമ്പോൾ അന്ധകരണാവച്ഛിന്ന ചൈതന്യത്തിന് അറിവുണ്ടാവുന്നു, ഞാൻ ഈ വിഷയത്തെ കാണുന്നു. ഇതാണ് കളി. അതാണ് പ്രത്യക്ഷം. അത് തന്നെയാണ് പ്രത്യക്ഷം. അത് കഴിഞ്ഞാൽ പ്രത്യക്ഷം ഉണ്ടാവും. ഇപ്പൊ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞേ, ഈ പ്രതിഫലിക്കുന്ന ചൈതന്യമാണ്. ആ പ്രതിഫലിക്കുന്ന ചൈതന്യം വൃത്യവച്ഛിന്ന ചൈതന്യം എന്നുള്ള നിലയ്ക്ക് പ്രത്യക്ഷ ജ്ഞാനമാകുന്നു. അങ്ങനെ മനസ്സിലാക്കണം. ഒരേ വസ്തുവിനെ ഞാൻ ഇന്നലെ പറഞ്ഞ ഉദാഹരണം മറക്കരുത്. ഒരേ ആളെ തന്നെ അച്ഛനെന്നും അമ്മാവനെന്നും മുത്തച്ഛനെന്നും ഒക്കെ പറയില്ലേ? ഓരോരുത്തരുടെ ദൃഷ്ടിയിൽ ഒരേ വ്യക്തിയെ തന്നെ ഒരു നിർവചനം വെച്ചിട്ട് അയാള് ഒരാളുടെ അമ്മാവനാണ്. മറ്റൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ ആള് തന്നെ ഒരാളുടെ അച്ഛനാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? മറ്റൊരു ദൃഷ്ടിയിൽ ഒരാളുടെ മകനാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇവിടെ നമ്മൾ നിങ്ങളുടെ മനസ്സിൽ വരണം, ഇവിടെ ഈ അന്ധകരണ വൃത്തിയിൽ പ്രതിഫലിക്കുന്ന ചൈതന്യം അന്ധകരണ വൃത്യവച്ഛിന്ന ചൈതന്യത്വേന രൂപേണ വിഷയജ്ഞാനം ഇത്യുച്യതേ. അന്ധകരണാവച്ഛിന്ന ചൈതന്യത്വേന വിഷയസ്യ ജ്ഞാത ഇത്യുച്യതേ. മലയാളത്തിൽ പറയൂ. ഇപ്പൊ ഞാൻ പറയും, മലയാളത്തിൽ പറയൂ. അന്ധകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം എന്ന നിലയ്ക്ക്, ഇതാണ് അതിന്റെ മലയാളം. ത്വേന എന്ന് പറയില്ലേ? ഘടം പ്രതി ദണ്ഡത്വേന ദണ്ഡകാരണം. ദണ്ഡം എന്ന നിലയ്ക്ക്, ദണ്ഡത്വം എന്നുള്ളതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയും. അവച്ഛേദങ്ങൾ ട്രാൻസ്ലേഷൻ ആണ്. ക്രൈറ്റീരിയ എന്ന് പറയും. ദണ്ഡം എന്ന നിലയ്ക്ക്, വേറെന്തെങ്കിലും നിലയ്ക്കല്ല, പല നിലയ്ക്കാവാലോ. ഒരാള് പല നിലയ്ക്ക് സംസാരിക്കില്ലേ? ഞാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇരുന്നു കൊണ്ടാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് പറയില്ല. വേറെ എല്ലാ സമയത്തും അധ്യാപകൻ എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ലോകത്ത് വ്യവഹരിക്കുന്നത്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ തരത്തിൽ വ്യവഹരിക്കുന്നു. അവിടെ അധ്യാപകൻ എന്ന നിലയ്ക്കല്ല വ്യവഹരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന യൂസേജ് ആണ് അധ്യാപകത്വേന രൂപേണ. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അന്ധകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യത്വേന രൂപേണ ഒരേ ചൈതന്യത്തെ നമ്മൾ അന്ധകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യമെന്നും വിഷയാവച്ഛിന്ന ചൈതന്യമെന്നും അന്ധകരണാവച്ഛിന്ന ചൈതന്യമെന്നും കാണുന്നു. ഇവിടെ ഒരേ ചൈതന്യമായിപ്പത് വിഷയദേശത്തിൽ. അപ്പോ ആ ഒരേ ചൈതന്യത്തെ തന്നെ വിഷയാവച്ഛിന്ന ചൈതന്യം എന്നുള്ള നിലയ്ക്ക് വിഷയമെന്നും അന്ധകരണ വൃത്യവച്ഛിന്ന ചൈതന്യം എന്നുള്ള നിലയ്ക്ക് വിഷയജ്ഞാനമെന്നും അന്ധകരണാവച്ഛിന്ന ചൈതന്യം എന്നുള്ള നിലയ്ക്ക് വിഷയത്തിന്റെ ജ്ഞാതാവ് എന്നും വ്യവഹരിക്കുന്നു. ഇത്രയൊക്കെ മെനക്കെടേണ്ടതുണ്ടോ? മെനക്കെടേണ്ടതുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത്രയും മെനക്കെട്ട ഒരു പ്രക്രിയ പറയേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും മെനക്കെട്ട് പ്രക്രിയ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ആ പരമമൂലത്തിലുള്ള കൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ലോക വ്യവഹാരത്തെ ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ശാസ്ത്ര വ്യുത്പത്തി വന്നാലേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ വെറുതെ പറയുന്നത് എന്തൊക്കെയോ കുറെ ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കുന്നു എന്ന് ധരിക്കരുത്. ഇത്തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ മാത്രമേ ഉപനിഷത്തിന്റെ പരമസിദ്ധാന്തത്തെ അംഗീകരിച്ചുകൊണ്ട് ലോക വ്യവഹാരത്തെ നമുക്ക് നിരൂപിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത്. വെറുതെ നേരം കളയാൻ വേണ്ടി പറയാതിരിക്കരുത്. അല്ലെങ്കിൽ വെറുതെ നൈയായികന്മാർ പറഞ്ഞ പോലെ പറഞ്ഞു പോയാൽ പറയും ഇന്ദ്രിയാർത്ഥ സന്നിവേശ ജന്യം ജ്ഞാനം പ്രത്യക്ഷം കഴിഞ്ഞു. അങ്ങനെയല്ല. ഈ ഒരു ഏകമായ ചൈതന്യത്തെ മുൻനിർത്തിക്കൊണ്ട് സകല ലോക വ്യവഹാരത്തെയും ഉപാദിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അദ്വൈതികൾ. ഏകമേവ അദ്വിതീയം എന്നുള്ള ശുദ്ധ്യർത്ഥത്തെ വിടാതെ സകല ദ്വൈത വ്യവഹാരത്തെയും സമർത്ഥിക്കാൻ സകല കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അദ്വൈതത്തില് ഒക്കെ ലോകം മുഴുവൻ മിഥ്യയാണെങ്കിൽ നിങ്ങൾ ഊണ് കഴിക്കണത് എന്തിനാണ്? അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ലായിരിക്കണം. അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിഷമമുണ്ടായിട്ടല്ല. അത്രയും നിസ്സാരമല്ല അത്. അത്രയും നിസ്സാരമല്ല. ഊണ് കഴിക്കണത് വയറെന്ന് പറയാൻ സംശയമൊന്നുമില്ല. ജഗത്ത് മിഥ്യയായതുകൊണ്ട് ഊണ് കഴിക്കേണ്ടതില്ല അർത്ഥമല്ല ഇത്. മനസ്സിലാവണ്ടോ? ലോകത്ത് നമ്മള് ഭ്രമം എന്ന് പറയുമ്പോഴും ഈ കാണുന്നതൊക്കെ വ്യവസ്ഥിതമായിട്ടുള്ള ഭ്രമങ്ങളാണ്. ഇപ്പൊ ഞാൻ നിർത്തുകയാണ്. നമുക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഒരു ചെറിയൊരു അംശം പറഞ്ഞു നിർത്താം, ഒരു കൺക്ലൂഷൻ പറഞ്ഞു നിർത്താം. ഇത്തരം പ്രക്രിയകൾ പറയുമ്പോൾ ഒക്കെ മിഥ്യയല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ധരിക്കരുത്.
മിഥ്യാത്വവാദികള് എന്തിനേയും എങ്ങനെയും ആവട്ടെ എന്ന് പറയുന്നവരല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ജഗത്തിന്റെ മിഥ്യാത്വം അംഗീകരിക്കുമ്പോഴും ഈശ്വരനെ അംഗീകരിക്കുന്നവരാണ് അദ്വൈതികൾ, അല്ലേ? ഈശ്വരനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? നിരീശ്വരവാദികളാണോ? അല്ല. അപ്പൊ ചിലർ ചോദിച്ചേക്കാം, ജഗത്തൊക്കെ മിഥ്യയാണ്, ഈശ്വരന്റെ ആവശ്യം എന്താ? ഈശ്വരനെ അംഗീകരിക്കേണ്ടത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു വ്യവസ്ഥയുള്ളത് കൊണ്ടാണ്. വ്യവസ്ഥ ഉണ്ടെങ്കിൽ അതിനൊരു വ്യവസ്ഥാപകൻ, ചേതനനായ ഒരു വ്യവസ്ഥാപകൻ വേണം. ഇല്ലെങ്കിൽ വ്യവസ്ഥ ഉണ്ടാവില്ല, ഉറപ്പാണ്. കാണിച്ചു തരൂ ഒരു സ്ഥലത്ത് ഒരു വ്യവസ്ഥാപകൻ ഇല്ല, കൃത്യമായിട്ട് വ്യവസ്ഥയായിട്ട് നടക്കേണ്ട, അങ്ങനെ നടക്കില്ല ലോകത്ത്. എന്തെങ്കിലും ഇവിടെ ലോകത്ത് വ്യവസ്ഥയോടുകൂടി നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഫോഴ്സ് വേണം. ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്റലിജന്റ് ഫോഴ്സ് വേണം. ബുദ്ധിപൂർവകമായിട്ട് കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ശക്തി അതിന്റെ പിന്നിലില്ലെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾ ഈ ജഗൻ മിഥ്യാത്വവാദികളാണ്, എന്തും എങ്ങനെയോ ആവാം, ഒക്കെ മിഥ്യയാണെന്ന് പറയുന്നവർക്ക് പിന്നെ വ്യവസ്ഥാപിക്കേണ്ട ആവശ്യം എന്താണ്? സ്വപ്നത്തിൽ വല്ല വ്യവസ്ഥയുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാണുന്നു, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, ഈശ്വരനെ അംഗീകരിക്കേണ്ട ആവശ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. സ്വപ്നം പോലെയല്ല. അതുകൊണ്ട് തന്നെ സ്വപ്നത്തെ നമ്മൾ ദൃഷ്ടാന്തമായിട്ട് പറയുന്നുവെങ്കിലും വ്യാവഹാരിക പ്രപഞ്ചത്തിന് വ്യത്യാസമുണ്ട്. സ്വപ്നം പോലെ എന്ന് നമ്മൾ പറയുന്നത് മിഥ്യയാണെന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ട് ബാധിക്കപ്പെടുന്നതാണെന്ന് കൊണ്ട് മാത്രമാണ്. എന്ന് വെച്ച് വ്യവസ്ഥയില്ലാതിരിക്കരുത്. അപ്പൊ പിന്നെ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രമമല്ലേ? ആണ്. പക്ഷെ വ്യവസ്ഥിതമായ ഭ്രമമാണ്. എന്താണ് വ്യവസ്ഥിതമായ ഭ്രമം എന്ന് വെച്ചാലോ? ചിട്ടയായിട്ടുള്ള ഭ്രമം. അങ്ങനെ സംഭവിക്കുക. അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഈ അദ്വൈത സിദ്ധാന്തത്തില് ഒക്കെ പ്രപഞ്ചമൊക്കെ മിഥ്യയാണ് പറഞ്ഞ എല്ലാവർക്കും ഒരേ ഇത്, ഈ പൂവ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവർക്കും സമ്മതമായിട്ടുള്ള കാര്യമില്ല. എനിക്കും കാണുന്ന പൂവായിട്ടാണ്, നിങ്ങൾക്കും കാണുന്നത് പൂവായിട്ടാണ്. ഇതെങ്ങനെയാ ഭ്രമമാണെന്ന് പറയാ? ഭ്രമമാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പോലെ തോന്നണ്ടേ? സ്വപ്നത്തില് ഞാൻ കാണുന്ന പോലെയല്ല നിങ്ങൾ കാണുന്നത്. ഒരാൾക്ക് കയറ് കണ്ടിട്ട് പാമ്പാണെന്നാണ് ഭ്രമം വരുന്നത്, വേറെ ആൾക്ക് പുഷ്പമാലയാണെന്ന് ഭ്രമം വരാം. ഒന്നുകൂടെ പലതരത്തിലുള്ള ഭ്രമങ്ങൾ വരാം. അപ്പൊ ഭ്രമമാണ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു ഏകരൂപതയില്ല. ഒരേപോലെ അതിനെ നമുക്ക് ചിത്രീകരിക്കാൻ വലിയ വിഷമമുണ്ട്. പ്രപഞ്ചമാകട്ടെ ഒരേപോലെ എല്ലാവരുടെയും മുമ്പിൽ കാണപ്പെടുന്ന ഒരു വസ്തുവാണ് ഈ കാണുന്ന വസ്തുക്കളൊക്കെ. ഇതിനെ എങ്ങനെയാണ് ഭ്രമമാണെന്ന് പറയാ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതൊരു ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം ശരിയാണോ? എല്ലാം വ്യവസ്ഥിതമായിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ഭ്രമമാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? എങ്ങനെയാണ് വ്യാഖ്യാനം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ചോദ്യം ഉണ്ടോ? ചോദ്യം ഇല്ലെങ്കിൽ ഞാൻ ഉത്തരം പറയില്ല. ചോദ്യം ഇല്ലെങ്കിൽ ഉത്തരം പറയില്ല. ദഹിക്കാത്തവർക്ക് വിളമ്പി കൊടുക്കാൻ പാടില്ല, വിശപ്പില്ലാത്തവർക്ക് വിളമ്പി കൊടുക്കാൻ പാടില്ല. വിളമ്പിയത് കൊണ്ട് കഴിക്കുക, അങ്ങനെ വിശപ്പുണ്ടെങ്കിൽ വിളമ്പാവൂ. ആ ചോദ്യം ഉണ്ടാവണം. അപ്പൊ എന്താ നമ്മൾ മറുപടി പറയേണ്ടത്? ആദ്യം ആ അംശത്തിനെ നമുക്ക് ഖണ്ഡിക്കണം. എന്താണ്? വ്യവസ്ഥിതമാണ് എന്ന് വെച്ച് ഭ്രമമല്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് ലോകത്ത് എല്ലാ ഭ്രമങ്ങളും ഒരേപോലെയല്ല. വ്യവസ്ഥിതമായ ഭ്രമങ്ങളുണ്ട്. ഒരേപോലെ എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ ഭ്രമമാണ്. അങ്ങനെ ഇല്ലേ? അങ്ങനെ ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? പുഴയുടെ തീരത്ത് പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈഡിലുള്ള വൃക്ഷങ്ങളൊക്കെ അധോമുഖമായിട്ട് താഴത്ത് കാണുന്നില്ലേ? സൈഡിലുള്ള വൃക്ഷങ്ങളൊക്കെ അധോമുഖമായിട്ട് വെള്ളത്തിൽ കാണുന്നില്ലേ? പ്രതിബിംബിക്കുക എന്നുള്ള ഇതിന്റെ പേര്. ഇത് ഞാൻ പോയി നോക്കിയാലും അങ്ങനെ തന്നെയല്ലേ കാണുന്നത്, നിങ്ങൾ പോയി നോക്കിയാലും അങ്ങനെ തന്നെയല്ലേ കാണുന്നത്, ആര് പോയി നോക്കിയാലും അങ്ങനെ തന്നെയല്ലേ കാണുന്നത് എന്ന് വെച്ച് അതിന്റെ താഴത്ത് അധോമുഖമായിട്ടുള്ള വൃക്ഷം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ ഇതെന്താണ്? വ്യവസ്ഥിതമായ ഒരു ഭ്രമമാണ്. ഒരേപോലെ ആര് പോയി നോക്കിയാലും അത് അങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ചത് വാസ്തവമാണോ? അല്ല, വാസ്തവമല്ല. അപ്പൊ നോക്കൂ, ഒരു വസ്തു മറ്റൊരു തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഭ്രമമാണ്, സംശയമില്ല. അത് ഒരേപോലെ കാണുന്നതുകൊണ്ട് ഭ്രമം അല്ല എന്ന് പറയാൻ വയ്യ. മറിച്ച് എന്തേ ഉള്ളൂ, ഒരേപോലെ കാണണമെങ്കിൽ ഭ്രമത്തിന്റെ സാമഗ്രി എന്ന് പറയും. ഒരു ഭ്രമം സംഭവിക്കുന്നതിന് കാരണമായിരിക്കുന്ന സാമഗ്രി, ആ സാമഗ്രി ഒരേപോലെയാണെങ്കിൽ ആ ഭ്രമം ഒരേപോലെ എല്ലാവർക്കും കാണും. ആ സാമഗ്രി വ്യത്യസ്തമാണെങ്കിൽ ആ ഭ്രമം വ്യത്യസ്തമായിട്ട് കാണും. ഇത്രയേ അതിൽ കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ കാണുന്ന സ്വപ്നവും ഞാൻ കാണുന്ന സ്വപ്നവും വ്യത്യസ്തമായിട്ട് കാണുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാസനകൾ വേറെയാണ്, എന്റെ വാസനകൾ വേറെയാണ്. എന്റെ വാസനയ്ക്ക് അനുസരിച്ച സ്വപ്നങ്ങളാണ് ഞാൻ കാണുക, നിങ്ങളുടെ വാസനകൾക്ക് അനുസരിച്ചുള്ള സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണുക. അപ്പോ എന്റെ സ്വപ്നം
അതും ഭ്രമമാണ്, നിങ്ങളുടെ സ്വപ്നവും ഭ്രമമാണെങ്കിലും രണ്ട് സ്വപ്നത്തിന്റെയും കാരണം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ ഭ്രമം വ്യത്യസ്തമാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വസ്തുവുണ്ട്, മായ. ഈ മായ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതും എന്നിൽ പ്രവർത്തിക്കുന്നതും ഒരേപോലെയാണ്. അതുകൊണ്ട് ആ മായ കൊണ്ട് കാണപ്പെടുന്ന വസ്തുക്കൾ നമുക്ക് ഒരേപോലെ കാണാൻ കഴിയുന്നു. ഇത്രേ കേസുള്ളൂ, തീർന്നു. അപ്പൊ ഭ്രമത്തിന്റെ സാമഗ്രി ഒന്നായി കഴിഞ്ഞാൽ ആ ഭ്രമം ഒരേപോലെ കാണപ്പെടും. ഭ്രമത്തിന്റെ സാമഗ്രി വ്യത്യാസമായി കഴിഞ്ഞാൽ ആ ഭ്രമം ഓരോരുത്തർക്കും തോന്നും. സാമഗ്രി എന്ന് പറഞ്ഞാൽ കാരണം എന്നർത്ഥം. കാരണ സമൂഹം അതിനാണ് സാമഗ്രി എന്ന് പറയാം. കാരണ സമൂഹം. സാമഗ്രി എന്നുള്ള വാക്കില്ലേ സമഗ്രത എന്നർത്ഥാണ്. സമഗ്രത, കംപ്ലീഷൻ, സമഗ്രത. കാരണം ഒരു കാര്യം ജനിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന എല്ലാ കാരണങ്ങളുടെയും ഗ്രൂപ്പ് ഓഫ് കോസസ്, ആ കാരണങ്ങളുടെ സമൂഹത്തിനാണ് സാമഗ്രി എന്ന വാക്യം പദം പ്രയോഗിക്കുക. എല്ലാ കാരണ സമൂഹ, കാര്യോത്പത്യർത്ഥം ആവശ്യകാനാം കാരണാനാം സമൂഹ. ഒരു കാര്യം ഉണ്ടാവാൻ ഒരു കാരണം പോരാ, കുറെ കാരണങ്ങൾ ചേർന്നിട്ടാണ് ഒരു കാര്യം ഉണ്ടാവുന്നത്. ആ കാരണങ്ങളുടെ ഒക്കെ കൂടിച്ചേർന്ന അവസ്ഥയ്ക്കാണ് എന്താ പറയാ, സാമഗ്രി എന്ന് പറയാം. അപ്പൊ ഓരോ ഭ്രമത്തിന്റെയും സാമഗ്രി വ്യത്യസ്തമാണ്. അപ്പൊ ഏതൊരു ഭ്രമമാണോ, ഒരു ഭ്രമത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഭ്രമത്തിന്റെ സാമഗ്രി എല്ലാവരിലും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഭ്രമം ഒരേപോലെ കാണും. അതാണ് രക്തസ്ഫടിക എന്ന ഭ്രമം പ്രസിദ്ധമാണ്. രക്തസ്ഫടിക ആർക്കും അവിടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. ഇതിന്റെ പിന്നൊരു കണ്ണാടി വെച്ച് ചില്ല് വെച്ച് കഴിഞ്ഞാൽ ചുവന്ന കളർ കാണും. ആര് നോക്കി കഴിഞ്ഞാലും അങ്ങനെയാ കാണുന്നത്. കാരണം എന്താണ്, അതിന്റെ പിന്നിലുള്ള ജപാകുസുമം ആ ഭ്രമത്തെ ഒരേപോലെയാണ് എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. മനസ്സിലായോ? ഒരു ഐന്ദ്രജാലികൻ ഒരു മാജിക് കാണിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ തോന്നുന്നതിന് കാരണം എന്താണ്, അയാൾ പ്രവർത്തിപ്പിക്കുന്ന മായ നിങ്ങളുടെ ആ മുമ്പിലിരിക്കുന്നവരിൽ എല്ലാവരിലും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഭ്രമം ഉണ്ടാവുന്നു. അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്ക് കാര്യം അറിയാം, അയാൾക്ക് ആ ഭ്രമം ഉണ്ടാവുന്നില്ല എന്നതുപോലെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞതിന്റെ കൺക്ലൂഷൻ എന്താണ്? പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുമ്പോഴും ഈ മിഥ്യാത്വം എന്നുള്ളൊരു സിദ്ധാന്തമാണ്, സംശയമില്ല. ഭ്രമമല്ല എന്ന് പറയാൻ വയ്യ, മായാമയമാണ്. പക്ഷേ ഈ മായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് കാണിക്കുന്ന, പ്രപഞ്ചാകാരേണ പരിണമിച്ച് നമ്മളുടെ മുമ്പിൽ നിലകൊള്ളുന്നത് ഒരേപോലെയാകുന്നു. ഒരേപോലെ. അങ്ങനെ ഒരേപോലെയുള്ള മായ, ഒരേപോലെ എന്ന് പറഞ്ഞാൽ സാർവജനീനം അർത്ഥത്തിലാണ്. ഒരേപോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവർക്കും ഒരേ രീതിയിൽ അറിയപ്പെടാവുന്ന തരത്തിൽ ഉള്ള പരിണാമങ്ങളാണ് ഈ പ്രപഞ്ചം. ഇതിനെയാണ് വ്യാവഹാരിക പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വൈയക്തിക ഭ്രമങ്ങളുണ്ട്, ഇൻഡിവിജ്വൽ ഇല്യൂഷൻസ്, വൈയക്തിക ഭ്രമങ്ങളുണ്ട്. അവിടെ തന്റെ അവിദ്യാതിരിക്ത ദോഷജന്യം ജ്ഞാനം എന്ന് പറയും. അവിദ്യാതിരിക്ത ദോഷജന്യത്വം പ്രാതിഭാസികത്വം ലക്ഷണം പറയും. അവിദ്യ മാത്രം പോരാ, അവിദ്യാതിരിക്തമായിരിക്കുന്ന എക്സ്ട്രാ ഒരു ദോഷം വേണം. അത് ഓരോരുത്തരിലും ഓരോ പോലെയാണ്. അതുകൊണ്ട് പ്രാതിഭാസിക ഭ്രമങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ അനുഭവപ്പെടുന്നു. വ്യാവഹാരിക ഭ്രമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഈ വ്യാവഹാരിക പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യവസ്ഥിത ഭ്രമമാകുന്നു, വ്യവസ്ഥയോട് കൂടിയ ഒരു ദൃശ്യമാകുന്നു. അതുകൊണ്ട് എന്ത് വേണം? അതിനൊരു വ്യവസ്ഥാപകൻ നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ട് ഈശ്വരനെ അംഗീകരിക്കാണ്ട് മുന്നോട്ട് പോകുന്ന രീതി അദ്വൈത സമ്പ്രദായത്തിൽ ഇല്ല. തൽക്കാലം അവിടെ നിർത്തുക. ഇനി നിങ്ങൾ ഒന്ന് വിശ്രമിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് വരാം.